Namaskaram. My name is Beena Matthew and welcome to my YouTube home Hello Happiness. Hello Happiness എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ തരാം. Hello Happiness is my honest effort to connect with each one of you regarding my ideas of three things. Things എന്ന് പറയാൻ പറ്റില്ല, മൂന്ന് മേജർ കാറ്റഗറിയാണ്. Hello Happiness ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തന്നെ മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ്. So I'll tell you what is that. The first one is beauty. ബ്യൂട്ടി എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ലവ് ഓർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് എന്നാണ് ഞാൻ ബ്യൂട്ടി എന്നത് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ബ്യൂട്ടി എന്ന സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഗ്രൂമിങ് വീഡിയോസ് ആണ്, മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, സ്വാച്ചസ്, അങ്ങനെ ഓവറോൾ ഒരു ഗ്രൂമിങ് സെഷനാണ് ബ്യൂട്ടി എന്ന സെക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂവിങ് ഓൺ ദ സെക്കൻഡ് മേജർ കാറ്റഗറി വിച്ച് ഈസ് വെൽനെസ്. വെൽനെസ് എന്ന കാറ്റഗറിയിൽ നമ്മളെല്ലാവരും ഫിസിക്കൽ വെൽനെസ് വളരെ നന്നായിട്ട് നോക്കുന്നവരാണ്. ബട്ട് ഫിസിക്കൽ വെൽനെസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ വെൽനെസ്. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ബട്ട് മോസ്റ്റ് ഓഫ് അസ് ഒരു അവയർനെസ്സിൻ്റെ കുറവുണ്ട്. മെൻ്റൽ വെൽനെസ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സിൻ്റെ നമുക്കൊരു കുറവുണ്ട്. സോ മെൻ്റൽ വെൽനെസ് പോലെ തന്നെ ഫിസിക്കൽ വെൽനെസ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോയിൻ്റെ ഒരു അപ്പുറം ഇപ്പുറം പോലെ ആണ് രണ്ടും. സോ ഞാൻ എൻ്റെ ഈ വീഡിയോ സെക്ഷൻസിൽ ഉദ്ദേശിക്കുന്നത് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ്സിനെ കുറിച്ചുള്ള വീഡിയോസാണ്, വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് യോൾ. സോ ദാറ്റ് ഈസ് വെൽനെസ് ഫോർ യോൾ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് ബ്ലിസ്. ബ്ലിസ് എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഹാപ്പി ഫീലിംഗ് ആണ്, ഒരു ഭയങ്കര ഹാപ്പി, ദ ഗ്രേറ്റ് ഹാപ്പിനെസ് ഇൻ യുവർ ഹാർട്ട്. അതാണ് ബ്ലിസ് എന്നുള്ളത്. അതൊരു ഹാപ്പി പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ബ്ലിസ് എന്ന സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഒരു പോസിറ്റീവായിട്ടൊരു ആളാവാം, അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടൊരു ആളാവാം, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഇൻസിഡൻറ്റ് ആവാം, ഒരു ഹാപ്പി പ്ലേസ് ആകാം, അങ്ങനെ എന്തും ആകാം. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് വെരി ഗുഡ് സ്മൈൽ ഓൺ യുവർ ഫേസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മനസ്സിനൊരു സന്തോഷം തോന്നും, ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഒരു മോട്ടിവേഷൻ തോന്നും ആ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ മീൻ വിത്ത് ബ്ലിസ്. സോ ബ്യൂട്ടി, വെൽനെസ് ആൻഡ് ബ്ലിസ് together is my way of saying hello to happiness. I'm sure you all will enjoy it. എൻ്റെ ഈ എഫേർട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് ലവ് എനിക്ക് ഭയങ്കര ആവശ്യമാണ്. സോ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദി ബെൽ ഐക്കൺ. സോ ബെൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ ഫർദർ ഏതൊരു വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഉണ്ടാവും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദാറ്റ്. സോ യാ, ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഇസ് 5 mantras ഫോർ എ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ ആൻഡ് ഹെയർ എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്തി സ്കിൻ ആൻഡ് ഹെയർ എന്ന് പറയുന്നത് ആരും നോ പറയുന്നൊരു കാര്യമല്ല, എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഇതിനു വേണ്ടി നമ്മൾ കുറേ പൈസ പൊടിക്കും, കുറേ പ്രൊഡക്ട്സ് വാങ്ങും. പ്രൊഡക്ട്സ് വാങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു ബേസിക്സ് ആണ് ഈ 5 പോയിന്റ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. So let's get started with the 5 points. The first point is accepting yourself as you are and respecting your flaws. അതായത് നമ്മളെല്ലാവരും പല ബോഡി ടൈപ്സും പല കോംപ്ലക്ഷൻസും പല പല രീതികളിലും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരാൾക്കൊരിക്കലും മറ്റൊരാളാവാൻ കഴിയില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും ഓരോരോ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ അതോർത്ത് നമ്മളിങ്ങനെ വളരെയധികം സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇത്തിരി നീളം കുറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഷോർട്ടും ഒരു മീഡിയം ഇന്ത്യൻ കോംപ്ലക്ഷൻ ഗേളാണ്, ലൈക്ക് ബേബി ഹെയർ ഒക്കെയാണ്. അപ്പം നമ്മുടെ എല്ലാം ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് ഓഫ് സൗന്ദര്യം ഉണ്ടല്ലോ, അതായത് വെളുത്തിരിക്കണം, നീളം ഉണ്ടാവണം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. നമ്മൾ ചെറുപ്പം മുതലേ ഞാനും കേട്ട് വരുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ അങ്ങനെ കോംപ്ലക്സ് ഇങ്ങനെ വളർന്ന് വരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും ഞാൻ ആലോചിക്കും, കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ വെളുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കും. ബട്ട് ഒരിക്കലും എൻ്റെ പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒട്ടും അലേർട്ടായിരുന്നില്ല. ആകെ ചിന്തിക്കുന്നത് ഈ 3 നെഗറ്റീവ് പോയിന്റ്സ് മാത്രമാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങൾ പലരും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബട്ട് താങ്ക്സ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻഡ് ഹൂ സെറ്റ് ടു മീ ദാറ്റ് ഞാൻ ആ ഒരു പോയിന്റ് കാരണം എൻ്റെ പല കാര്യങ്ങളും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പലതും ഈവൻ എന്നോടത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് സ്മൈൽ, അല്ലെങ്കിൽ തുറന്നെങ്കിൽ ചിരിക്കാൻ പാടില്ല, ഫോട്ടോസ് ഭയങ്കര വൃത്തിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടെ മതിയല്ലോ, ഭയങ്കര ഒരുമാതിരി ഒരു കോംപ്ലക്സ് ആയി. സോ ഗോയിങ് ബാക്ക്, താങ്ക്സ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻഡ് ഹു സെറ്റ് ടു മീ ദാറ്റ് നീ ഓരോ തവണയും ഇങ്ങനെ നിന്നെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഇസ് ആക്ച്വലി ഡ്രെയിനിങ് ഔട്ട് യുവർ ഓൺ എനർജി. നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഇങ്ങനെ കളയുന്നൊരവസ്ഥയാണ്.
സോ അന്ന് എനിക്കൊരു ചേഞ്ച് ഉണ്ടായെന്നല്ല ഞാൻ പറയണത്. ബട്ട് മെല്ലെ മെല്ലെ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. എനിക്ക് 3 ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഫ്ലോസ് എന്ന് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വാട്ട് കീപ്സ് മീ ഡിഫറെൻറ്റ് ഫ്രോം അതേഴ്സ്. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവാം. ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബി ഹാപ്പി ഇൻ യുവർ ഓൺ സ്കിൻ. അപ്പോൾ ഏതൊരു വെൽനെസ് കാര്യം നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോഴും അല്ലെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഫ്ലോസ് എന്ന് പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെയാണല്ലോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ എന്നുള്ളതല്ല, ഞാനിങ്ങനെയാണ് ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് എന്നുള്ള ഒരു റെസ്പെക്ട് ഫീലിംഗ് നമുക്ക് നമ്മളോട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റ് പോസിറ്റീവ് എനർജിയാണ് പുറത്തേക്ക് വരുന്നത്. അത് ശരിക്കും നമുക്ക് വേണ്ടി തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് തോന്നും. പോസിറ്റീവ് അല്ലാത്തൊരാൾ ഒരിക്കലും സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല, മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. സോ ആദ്യം നമ്മൾ പോസിറ്റീവായി നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്ലോസ് റെസ്പെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. സോ ഏതൊരു വെൽനെസ്സിനും ആദ്യം വേണ്ടത് ഇസ് അക്സെപ്റ്റിംഗ് യുവർ സെൽഫ് ആൻഡ് റെസ്പെക്ട് യുവർ ഫ്ലോസ്. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടി എന്നുള്ളതൊരു ഫിക്സ്ഡ് ടേം ഒന്നുമല്ല. ബ്യൂട്ടി ഈസ് ലൈസ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ വേ യു ആർ. സോ എല്ലാവരും എൻ്റെ വിചാരത്തിൽ നമ്മളെല്ലാവരും വളരെ യുണീക്ക് രീതികളിൽ ബ്യൂട്ടിഫുൾ ആയ ആൾക്കാരാണ്. സോ നോ വൺ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ, നോ വൺ ഈസ് നോട്ട് ലൈക്ക്. ആരും നിങ്ങളോട് പലരും പറയായിരിക്കും അയ്യോ അത് കൊള്ളില്ല ഇത് കൊള്ളില്ല എന്നൊക്കെ പലരും പറയായിരിക്കും. ബട്ട് അതൊന്നും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഫ് യു ആർ ഹാപ്പി ജസ്റ്റ് ഗോ ഓൺ വിത്ത് യുവർ ലൈഫ്. So that is my first point, accepting yourself and respecting your flaws. Yeah. So the second point which helps you get a glowing hair and skin എന്നുള്ളത് നല്ല ഉറക്കം എന്നുള്ളതാണ്. So proper sleep എന്നത് very very important to your body. അതായത് അത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽബീങ്ങിനെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്റ്റഡീസ് പറയണത് ഒരു അഡൾട്ട് 7 to 9 hours എങ്കിലും നന്നായിട്ട് ഉറങ്ങണം, നോ ഡിസ്റ്റർബൻസസ് ഇല്ലാതെ തന്നെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്ത് ടൈമിങ്ങിൽ ഉറങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. 7 to 9 hours ഐഡിയലി ഒരു അഡൾട്ട് ഉറങ്ങണം എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് ഫിസിക്കൽ ഫങ്ഷൻസ് നമ്മുടെ ബോഡി സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഉറങ്ങാണ്ട് വരുമ്പോൾ നമ്മുടെ ഉറക്കം ശരിയാവാണ്ട് വരുമ്പം ശരിക്കും സ്ട്രെസ് ഹോർമോൺസ് ആണ് ജനറേറ്റ് ആവുന്നത്, വിച്ച് ആക്ച്വലി എഫക്ട്സ് യുവർ സ്കിൻ ആൻഡ് ലീഡ്സ് ടു എ ലോട്ട് ഓഫ് സ്കിൻ പ്രോബ്ലംസ്. മാത്രമല്ല ഉറക്കം ശരിയാവാണ്ടാകുമ്പം നമ്മൾ ആകെ ഭയങ്കര ഇറിറ്റേറ്റഡും മെൻ്റലി ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും നമുക്ക് ഒരിക്കലും നമ്മുടെ വർക്ക് ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഉറക്കം ശരിയാവാതെ വരുമ്പോൾ. ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ ദാറ്റ് യു നീഡ് ടു സ്ലീപ്പ് വെൽ. നമ്മൾ ഉറങ്ങുമ്പം നമ്മുടെ ബോഡി ഗ്രോത്ത് ഹോർമോൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു ക്യാൻ സ്ലീപ്പ് റിയലി വെൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ 7 to 9 hours നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യുവർ സ്കിൻ, better nails, hair, and it will definitely help you out. ഉറക്കം എന്നുള്ളത് ഒരിക്കലും കളയാൻ പാടില്ല. 7 to 9 hours മസ്റ്റായിട്ട് ഉറങ്ങണം. ഓക്കെ, സോ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ഇസ് വാട്ടർ. വെള്ളം ഇസ് ലൈക്ക് മാജിക്. വെള്ളം ശരിക്കും മാജിക്കൽ പോർഷനാണ്. ഏതൊരു ഡയറ്റീഷ്യൻ്റെ അടുത്തും ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്തും ആരുടെ അടുത്ത് ചോദിച്ചാലും അവർ ആദ്യം നിങ്ങൾക്ക് പറയാൻ പോകുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇസ് വെരി വെരി മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് വെള്ളം കുടിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ആ കാര്യം. വെള്ളം കുടിക്കാത്ത കുറേ ആൾക്കാരെ എനിക്കറിയാം. സോ വെള്ളം ചെയ്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ പോർഷനാണ്. നമുക്ക് കിട്ടാൻ യാതൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ലല്ലോ വെള്ളം എന്ന് പറയുന്നത്. സോ നമ്മുടെ ബോഡി എത്രത്തോളം വെള്ളം കുടിക്കുന്നു നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ക്ലെൻസ്ഡ് ആയി, ഓട്ടോമാറ്റിക്കലി ദ ടോക്സിൻസ് ഗോ ഔട്ട് ഓഫ് ദ ബോഡി. സോ കൂടുതൽ വെള്ളം കുടിക്കും തോറും യുവർ സ്കിൻ ബിക്കംസ് റിങ്കിൾ ഫ്രീ, ഇലാസ്റ്റിക് ആവും, സ്മൂത്ത് ആകും. മാത്രമല്ല കുറച്ചുകൂടി യങ്ങർ ലുക്കിംഗ് ആവും നമ്മുടെ സ്കിൻ. അതെല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ, യങ്ങർ ലുക്കിംഗ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ. വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. വെള്ളം കുടിക്കാണ്ട് ഐ ഡോണ്ട് നോ എനി ഷോർട്ട് കട്ട് ടു ഇറ്റ്. സോ ഇനീഷ്യലി ചിലപ്പം ഈ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും വെള്ളം കുടിച്ചിരിക്കുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കൊരു ബോട്ടിൽ ഓഫ് വാട്ടർ വെക്കാം കയ്യിൽ എപ്പോഴും. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ട്. കാരണം നമ്മൾ പലയിടത്തും ഇത് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപ്പ് എ ബോട്ടിൽ ഓഫ് വാട്ടർ വിത്ത് യു. ആൻഡ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളൊരു ദിവസം എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം തീരെ വെള്ളം കുടിക്കാത്തവരെ എനിക്കറിയാം. പ്ലീസ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യുവർ സ്കിൻ. വെള്ളം കുടിക്കുന്ന ഒരാളുടെ സ്കിന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതൊരു നാച്ചുറൽ ഗ്ലോ എന്ന് പറയുന്നത് അത് ഒരു മേക്കപ്പിനും
മറ്റു ഒരു കാര്യത്തിനും ആ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടില്ല, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോ. So make sure that you're drinking a lot of water, and I don't know, I really can't give you another option for water. So water is one major element that keeps your skin healthy, glowing and younger looking. So അടുത്ത പോയിന്റ് എന്നുള്ളത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഡയറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒത്തിരി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. നമുക്കിപ്പോൾ പലതരത്തിലുള്ള ഡയറ്റ്സ് ഉണ്ട്, പല ഫാൻസി ഡയറ്റ്സ് ഉണ്ട്. ഞാൻ ഒരു ഫാൻസി ഡയറ്റിലും ബിലീവ് ചെയ്യുന്ന ഒരാളല്ല, കാരണം ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡയറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. അതായത് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ യോർ വിറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് യോർ കാൽസ്യം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് എനിക്ക് പേഴ്സണലി ഞാൻ താല്പര്യപ്പെടുന്നത്. അതായത് ഏതൊരു ഫുഡും കറക്റ്റ് എമൗണ്ടിൽ കറക്റ്റ് ഒരു ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ നോട്ട് ഡു യു എനി ഹാം. അപ്പോൾ ഞാൻ ഡയറ്റിനെ കുറിച്ചുള്ളൊരു കുറച്ചുകൂടെ ഒരു ലെങ്തി ഡെപ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്കമിങ് വീഡിയോസിൽ. ജസ്റ്റ് ഒന്ന് ഒരു പെരിഫറൽ വ്യൂ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ പട്ടിണി കിടന്നുള്ള ഡയറ്റിങ്സും കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും ചെയ്യില്ല. അത് റിവേഴ്സ് എഫക്റ്റേ ചെയ്യുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് ഹെൽത്തി ആയിട്ടൊരു കാര്യം ഉണ്ടാവുകയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ മേക്ക് ഷുവർ എല്ലാം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഒറ്റയടിക്ക് ഒരു പ്രോഗ്രസ്, ഒറ്റയടിക്ക് 10 ദിവസം കൊണ്ട് വണ്ണം കുറച്ച് തരാം, 12 ദിവസം കൊണ്ട് വണ്ണം കുറച്ച് തരാം. ഐ ഡോണ്ട് നോ ഹൗ ദേ ഡു ഇറ്റ്, ബട്ട് ഞാൻ ബേസിക്കലി ബിലീവ് ചെയ്യുന്നൊരു കാര്യം, ഏതൊരു കാര്യവും ചെറിയ യു ടേക്ക് ബേബി സ്റ്റെപ്സ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു പ്രോഗ്രസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. സോ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആവും, നമ്മുടെ ബോഡി ഓക്കെ ആയിരിക്കും. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും മലയാളികളുടെ എല്ലാം പൊതുശീലമാണ് നമുക്കെല്ലാം ചോറ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ദിവസം വിചാരിച്ചു, ഓക്കെ ഇനി തൊട്ട് ഞാൻ ചോറ് കഴിക്കുന്നത് ഭയങ്കരമായിട്ടും കുറയ്ക്കും. അന്ന് തന്നെ ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി, വല്ലാത്തൊരു ക്രേവിങ് വന്ന് ആകെ എനിക്ക് വർക്കൊന്നും ചുവന്നേരം ചെയ്യാൻ കഴിഞ്ഞാൽ, ബിക്കോസ് എൻ്റെ ബോഡി യൂസ്ഡ് ടു ആണ് ആ ഒരു ഫുഡിനോട്. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ നോർമലി കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചോറ് കഴിച്ചു. സോ അതാണ് ശരിക്കും പറ്റുന്നത്. അപ്പോൾ ഒരിക്കലും ഒറ്റയടി ഒരു കാര്യം നിർത്തരുത്. യു ഹാവ് ടു ലെസൺ ദ ക്വാണ്ടിറ്റി ആൻഡ് ദെൻ മൂവ് ഓൺ ആൻഡ് പ്രോഗ്രസ്. ഒരു കാരണവശാലും ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ബേബി സ്റ്റെപ്സ് എടുത്ത് പ്രോഗ്രസ് ചെയ്യണം കാര്യങ്ങളിലേക്ക്. അപ്പം മാത്രമേ നമുക്ക് ശരിക്കും ബോഡിക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ ഏതൊരാൾ ഡയറ്റ് ചെയ്യുമ്പോഴും ഡു നോട്ട് ഫർഗെറ്റ് ടു ട്രീറ്റ് യുവർ സെൽഫ്. പൊതുവെ ആൾക്കാർ ചീറ്റ് എന്നായിരിക്കും പറയാം, ചീറ്റ് ഡയറ്റ് എന്നായിരിക്കും പറയാം. ഞാൻ തന്നെ ട്രീറ്റ് ഡയറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ കഴിക്കുമ്പോൾ അത് ശരിക്കും ട്രീറ്റ് അല്ലേ നമുക്ക്. ഞാൻ ട്രീറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയിലായിരിക്കും. 2 ആഴ്ചക്കുള്ളിലേക്ക് ചിലപ്പോൾ ട്രീറ്റൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ചിലപ്പോൾ ഡയറ്റ്സ് ഒക്കെ നോക്കുന്നത് തന്നെ. സോ ഡു നോട്ട് ഫർഗെറ്റ് ടു ട്രീറ്റ് യുവർ സെൽഫ് ആസ് വെൽ. സോ ബാലൻസ്ഡ് ഡയറ്റ് ആണ്. ഐ വുഡ് റെക്കമെൻഡ് എ ബാലൻസ്ഡ് ഡയറ്റ് ടു ഓൾ ഓഫ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും. സോ നിങ്ങളുടെ കോമൻസും കോമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട. So that is about balanced diet. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. സോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വെറുതെ ചടഞ്ഞുകൂടി ഇരിക്കാനാണെങ്കിൽ അത് അത്രയ്ക്കൊന്നും എഫക്റ്റീവ് ആയിരിക്കില്ല. അതിപ്പോൾ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റിയും ആവാം. അതിപ്പോൾ ജിമ്മിൽ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജിമ്മിൽ പോകാൻ പറ്റുന്നവർക്ക് ജിമ്മിൽ പോവാം, അല്ലാതെ വീട്ടിൽ തന്നെ എക്സസൈസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഡാൻസിങ്, റണ്ണിങ്, സ്വിമ്മിങ്, ജോഗിങ്, വാക്കിംഗ്, അങ്ങനെ ഏതൊരു എക്സസൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇപ്പോൾ ചിലരുണ്ട്, ഇപ്പം ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ നടക്കാൻ പോകും, സെക്കൻഡ് ഡേ ചിലപ്പോൾ ബോർ അടിച്ചിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡു സം കൈൻഡ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. ബിക്കോസ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെ ടോൺ ചെയ്യണു എന്നത് മാത്രമല്ല ചെയ്യണത്, അത് ആക്ച്വലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ സ്കിന്നും ഹെയറും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഹെൽത്തി ആകുകയാണ്, ഭയങ്കര ഗ്ലോ ആകുകയാണ് ആ സമയത്ത് തന്നെ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ ആക്ടിവിറ്റി ആകുമ്പോൾ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെല്ലാവരും ചെയ്യും, ബട്ട് അതിനൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അതായത് ഇന്ന് ചെയ്യും, ചിലപ്പോൾ 2 ദിവസം ചെയ്യുമായിരിക്കും, 3 ദിവസം ഭയങ്കര മടിയായിരിക്കും. കാരണം ഒബ്വിയസ്ലി ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ. നമ്മുടെ ബോഡി അനങ്ങുമ്പോൾ നമുക്ക് ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവും. സോ വേദന പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3 ദിവസം മടിക്കും. അപ്പം അങ്ങനെ ചെയ്യരുത്. ആ മടി മാറണമെങ്കിൽ ആ 3 ദിവസം നമ്മൾ ചെയ്തേ മതിയാവും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി അതിനോട് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭയങ്കര ഹാബിറ്റ് ആവും. സോ ഹെൽത്തി ഹാബിറ്റ്സ് എല്ലാവർക്കും ഭയങ്കര പ്രയോജനമുള്ളൊരു കാര്യമല്ലേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് ഇറ്റ് റിയലി ഹെൽത്തി ഹാബിറ്റ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ. സോ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ്
ഡെഫിനറ്റ്ലി എ മസ്റ്റ്. ഒരു കാരണവശാലും ഒരു മടി കാണിക്കരുത്. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി പോലെ തന്നെ റെസ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആഴ്ച 7 ദിവസം പോയി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4 to 5 days make sure that you work out and then your body also needs the rest. അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിക്ക് റെസ്റ്റും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ആഴ്ച 7 ദിവസം പണിയെടുത്ത് അങ്ങനെ ഫുള്ളായിട്ട് പണിയെടുത്തുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു എക്സ്ട്രാ മെറിറ്റ്സും ഉണ്ടാവുന്നില്ല. നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെസ്റ്റ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ബോത്ത് ഓഫ് ഇറ്റ് ടു യുവർ ബോഡി. ആൻഡ് നമ്മൾ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ട് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പം യു ആർ ആക്ച്വലി ഗിവിങ് എ നൈസ് ഡോസ് ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു യുവർ സ്കിൻ, which in turn makes your skin and hair definitely healthy and glowing. So physical activity വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ പോയിന്റ്സും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി. സോ മറക്കണ്ട, നമ്മുടെ ഈ 5 പോയിന്റ്സും ഈ 5 ഫാക്ടേഴ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ ആൻഡ് ഹെയർ. കാശ് കൊടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം നമുക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. നമുക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ. ഇതാണ് ശരിക്കും ബേസ്, അല്ലെങ്കിൽ ബേസ്മെന്റ് എന്ന് പറയുന്നത് ഈ 5 കാര്യങ്ങളാണ്. ഇതിന്ന് നിങ്ങൾ ഇനി അതായത് പ്രൊഡക്ട്സ് ഉപയോഗിച്ച് എന്തെങ്കിലും നിങ്ങളുടെ സ്കിന്നോ ഹെയറിനോ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞ ഒരു ബോണസ് ആണ്. സോ ബേസ് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ആണല്ലോ നമുക്ക്. So that's it for today. I think I hope you enjoyed my session today. And also there's no better glow on your face than a smile. So keep smiling all of y'all. ചിരിക്കാൻ ഒരു കാരണവശാലും മറക്കരുത്. എനിക്ക് തോന്നേയില്ല അതിലും നല്ലൊരു ഗ്ലോ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. So keep smiling all of y'all. And നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ please do share, like and subscribe to my video. And do not forget to click on the bell icon. Bell icon click ചെയ്യുമ്പം ഞാൻ വേറെ ഏതൊരു അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടും. സോ ഐ വിൽ ബി ഡൂയിങ് എ ലോട്ട് ഓഫ് വീഡിയോസ്. ഡിഫറെൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിനൊക്കെ കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ do not forget to press on the bell icon. So that's it for today. Keep smiling, keep spreading happiness. I'll see you in my next video. Till then, take care. Bye bye. Namaskaram, എൻ്റെ പേര് ബീന മാത്യു ആൻഡ് വെൽക്കം ബാക്ക് അഗൈൻ ടു മൈ യൂട്യൂബ് ഹോം ബീസ് ഹലോ ഹാപ്പിനെസ്. ഇതെൻ്റെ സ്പേസ് ആണ് വെർ ഐ ഡു വീഡിയോസ് ഓൺ ബ്യൂട്ടി, ബ്ലിസ് ആൻഡ് വെൽനെസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇസ് ഓൾ അബൌട്ട് ലിപ് ബാംസ്. നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ താഴെ. സോ ബ്യൂട്ടിയെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പം ഞാൻ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിപ്സ് എന്ന് പറയുമ്പോൾ ലിപ് ബാമിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂവും കൂടെയാണ്. അതായത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, അതിൽ ഇഷ്ടപ്പെടാത്തതായിട്ട് ഒരു പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ദോസ് ഹു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ വീഡിയോ. അതെൻ്റെ പ്രീവിയസ് വീഡിയോ, എൻ്റെ ആദ്യത്തെ വീഡിയോ. ഒരാളുടെ എഫേർട്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബിസി സ്കെഡ്യൂളിൽ നിന്ന് നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഓൾസോ എനിക്ക് കുറച്ച് കോമൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം തോന്നിയത് കണ്ടിട്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലവും എനിക്ക് വളരെ ആവശ്യമാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഇനി അധികം സമയം കളയാതെ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ എന്തിന് ലിപ് ബാംസ് യൂസ് ചെയ്യണം, വൈ ലിപ് ബാംസ് എന്നതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ബ്രീഫ് തരാം. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ സ്കിന്നിനെക്കാട്ടിലും കുറച്ചുകൂടി തിന്നാണ് നമ്മുടെ ലിപ്സിൻ്റെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പം ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്, അല്ലെങ്കിൽ നല്ല ചൂട്, വെയിൽ, തണുപ്പ്, അങ്ങനത്തെ കുറേ ക്ലൈമാറ്റിക് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുന്ന പോലെ തന്നെ നമ്മുടെ ലിപ്സും ഭയങ്കരമായിട്ട് ഡ്രൈ ആൻഡ് ചാപ്റ്റ് ആകുന്നുണ്ട്. അപ്പം ലിപ് ബാം ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്കൊരു എക്സ്റ്റേണൽ ലെയർ പോലെയാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാച്ചുറൽ ലിപ്സിൻ്റെ മോയ്സ്ചർ ലിപ് ബാംസ് സീൽ ചെയ്ത് ലോക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴും അത്യാവശ്യം ഒരു പരിധി വരെ ഡ്രൈയിങ്ങും ചാപ്പിങ്ങും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ ലിപ്സ് അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, നല്ല ചാപ്റ്റും ആണെങ്കിൽ
ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പം ആ ഡ്രൈങ് അത്യാവശ്യം ഹീൽ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ചിലർ ലിപ്സ് ഉണ്ട് ഭയങ്കരമായിട്ടും ഡ്രൈ ആയി വീണ്ടും കീറി ലിപ്സൊക്കെ തൊലിയൊക്കെ ഇളകി വരാറൊക്കെ ഉണ്ട്. അതൊരു ഭയങ്കര പെയിൻഫുൾ കണ്ടീഷനാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ലിപ് ബാംസ് യൂസ് ചെയ്താൽ നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹീലിംഗ് പറയുന്നത്. അപ്പോൾ അത് മറ്റൊരു ഗുണമാണ്. പിന്നെ മാത്രമല്ല ലിപ് ബാംസ് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ലിപ്സ് കുറച്ചേറെ ഹൈഡ്രേറ്റഡ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾ മേ ബി നിങ്ങൾക്കൊരു കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ലിപ് ബാംസ് ഇല്ലാത്തൊരു പിക്കും ലിപ് ബാംസ് ഉള്ളൊരു പിക്കും കൂടി ഇട്ടൊന്ന് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കുറച്ചൊരു ഹൈഡ്രേറ്റഡും കുറച്ചൊരു ഗ്ലോയി ആയിരിക്കും. നമ്മുടെ ലിപ്സ് കുറച്ചൊരു സപ്ലർ, കുറച്ചെന്തോ ഒരു ഫ്രഷ് ലുക്കായിരിക്കും നമ്മുടെ ലിപ്സിന് ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പം നമുക്ക് കിട്ടുന്ന മിക്ക ലിപ് ബാംസിലും ഒരു SPF ഉണ്ടാവും. സോ വിച്ച് മീൻസ് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലിപ്സിനും ആ SPF നമ്മുടെ ലിപ് ബാംസിൽ ലഭിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് അപ്പോൾ അതുകൊണ്ട് ലിപ് ബാംസ് യൂസ് ചെയ്ത് പുറത്തിറങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ലിപ് ബാംസ് എന്ന് പറയുന്നത് ശരിക്കും പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളൊരു കാര്യമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ മാർക്കറ്റിൽ 2 ടൈപ്പിലുള്ള ലിപ് ബാംസ് ഉണ്ട്. ഒരു കളർലെസ് ആയിട്ടുള്ള ലിപ് ബാംസും ഉണ്ട്, കളർ ടിൻറ്റ് ഉള്ള ലിപ് ബാംസും ഉണ്ട്. സോ ഇപ്പം കളർ ടിൻറ്റ് യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത മോസ്റ്റ്ലി മെൻ മിക്കവാറും കളർ ടിൻറ്റ് വേണ്ട, കളർലെസ് മതി എന്ന് പറയുന്നവരുണ്ടാവും. സോ നിങ്ങൾക്ക് കളർലെസ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. കാരണം ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലിപ് ബാംസ് മസ്റ്റായിട്ട് വെക്കണതാണ് നല്ലത്. കാരണം ട്രാവൽ ചെയ്യുമ്പോഴാണ് കൂടുതലും നമ്മൾ ഒരു ക്ലൈമറ്റിൽ നിന്ന് മറ്റൊരു ക്ലൈമറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾവേസ് നൈസ് ഓർ അഡ്വൈസബിൾ ദാറ്റ് ഒരു ലിപ് ബാം നിങ്ങൾ എന്തായാലും കൈവെക്കുക. നിങ്ങളുടെ ലിപ്സിന് വളരെയധികം പ്രയോജനം ചെയ്യും. സോ ഡു നോട്ട് ഫർഗെറ്റ് ദാറ്റ്. സോ അത്രയേ ഉള്ളൂ ലിപ് ബാംസിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അതിനൊരു ചെറിയ ടിപ്പും കൂടെ, അതായത് നിങ്ങൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. ഇപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ഉള്ള ഒരാൾ ലിപ്സ്റ്റിക് ഇടുമ്പം നമ്മുടെ ഈ ലിപ്സിലുള്ള എന്തൊക്കെ ഫൈൻ ലൈൻസും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ ലിപ്സ്റ്റിക്സ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ആ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പാണ്, ആദ്യമേ ഒരു ലിപ് ബാം ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യും. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നിങ്ങൾ റെഡി ആകുകയാണെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യും. ബാക്കി മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അധികം എക്സസ് ലിപ് ബാം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ലിപ്സ്റ്റിക് ഇട്ട് നോക്കും. ഇറ്റ് വിൽ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാകും. കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ലിപ്സ് കാണാൻ. കുറച്ചുകൂടി ഒരു ആ ഒരു കളറിൻ്റെ കളർ കുറച്ചുകൂടി ഒരു ഗ്ലോയിനെസ്സും ആ കളർ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങളുടെ ലിപ്സിൽ. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ സോ അത്രേ ഉള്ളൂ ലിപ് ബാംസിൻ്റെ യൂസസ്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി പ്രൊഡക്റ്റ് റിവ്യൂസ്. ഓക്കെ, അപ്പോൾ ലിപ് ബാംസിനെ ഞാനിന്ന് 2 കാറ്റഗറിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളർലെസ് ലിപ് ബാംസ് ആണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു കളർ ടിൻറ്റ് ലിപ് ബാംസ് അല്ല, ഒരു കളറുള്ള ലിപ് ബാംസ് ആണ്. അതായത് അതിഭീകരമായ കളറൊന്നുമല്ല, ഒരു ചെറിയൊരു കളർ ടിൻറ്റ് ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം തന്നെ. സോ അപ്പം മെന്നിന് മോസ്റ്റ്ലി കളർലെസ് ആണ് താല്പര്യമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിന് ചെറിയൊരു ബാമിഷ് ടെക്സ്ചറും ചെറിയൊരു ഗ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ കളർലെസ് കാറ്റഗറിയിൽ ഫസ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നത് ഹിമാലയയുടെ ഈ ഒരു ലിപ് ബാമാണ്. ദിസ് ഈസ് ലൈക്ക് ഹിമാലയയുടെ ഒരു ബേസിക് ലിപ് ബാമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ ലിപ് ബാം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ലൈക്ക് എ ബ്രില്യൻറ്റ് ലിപ് ബാം, ഒന്നും പറയാനില്ല, അടിപൊളി ലിപ് ബാമാണ്. അതായത് ഈ ഒരു പാക്കേജിങ്ങിൽ നമുക്കൊരു 10 grams ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. ആൻഡ് ദിസ് ഇസ് ഓൺലി 30 rupees. അപ്പോൾ അടിപൊളി ക്വാളിറ്റിയും കൂടിയാണ്. അതായത് ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാനില്ല വേറെ ഒന്നും. ഇറ്റ്സ് ലൈക്ക് എ ബ്രില്യൻ പ്രോഡക്റ്റ്. അതായത് ഭയങ്കര ഹാൻഡിയാണ്. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്കിത് ഹാൻഡ് ബാഗ്സിൽ യൂസ് ചെയ്യാം, പേഴ്സിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. ദിസ് ഇസ് ലൈക്ക് ടു മച്ച് ഹാൻഡി. ആൻഡ് പലരും യൂസ് ചെയ്യുന്നുണ്ടാവും ഇതാണ് ഇതിൻ്റെ ക്യാപ്പ്. ഇത് റിമൂവ് ചെയ്യുമ്പം നിങ്ങൾക്ക് സ്ക്വീസ് ചെയ്ത് നമ്മളിത് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് കുറച്ചൊരു ജെല്ലിഷ് ഒരു ബാമിഷ് കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചറാണിത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം ഇൻസ്റ്റൻ്റ്ലി നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത്. കാരണം അതിനൊരു ജെല്ലിഷ് ടെക്സ്ചർ ഉള്ളതുകൊണ്ട് അതിനൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് ഉണ്ടാവുക. ഒരു സ്ലൈറ്റ് സ്മെല്ലുണ്ട്, ഒട്ടും ഇറിറ്റേറ്റിംഗ് അല്ല, ഒരു ചെറിയൊരു സ്ലൈറ്റ് സ്മെല്ലാണ്. അപ്പോൾ നല്ലൊരു ഗ്ലോ ഇതിൽ ശരിക്കും ലിപ്സിന് തരുന്നുണ്ട്. നമുക്ക് ഇട്ട് നോക്കും അത് ഇൻസ്റ്റൻറ്റ് തന്നെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. സോ കളർലെസ് ലിപ് ബാംസിൽ ദിസ് ഇസ് ലൈക്ക് മൈ ഓൾ ടൈം ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണിത്. സോ ദാറ്റ് ഈസ് ഹിമാലയ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നായക്കാട് ഒരു പ്രോഡക്റ്റാണ്. നായക്കാട് ഒരു സീരിയൽ കിസർ എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര്.
സോ ഇതെന്ന് പറയുന്നതും കളർലെസ് വേരിയൻറ്റിൽ തന്നെ വരുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് റാസ്ബെറി എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊരു 4.5 grams ഉണ്ട് ഈ പ്രൊഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 149 ആണ്. അപ്പോൾ ഇതും വളരെ ഹാൻഡിയാണ് കേട്ടോ, നമുക്ക് ഹാൻഡ് ബാഗ്സിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് എന്ന് പറയുന്നത് നമുക്കിത് റോൾ ഓൺ ടൈപ്പാണ്. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ആക്കുക. ഒരു ബാമിഷ് ടെക്സ്ചറാണ് ഇതിന്. നമ്മുടെ ഹിമാലയയുടെ കാര്യം പറഞ്ഞ പോലെ ജെല്ലിഷ് അല്ല, ഒരു കംപ്ലീറ്റ്ലി ഒരു ബാം കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചറാണ്. സോ ഇതിന് ഹിമാലയ പോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഇതിനും ഉണ്ടാവും. സോ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു ഗ്ലോയും ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ്ങും ഇതിനുണ്ടാവും. സോ ദിസ് ഇസ് ലൈക്ക് എ നൈസ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലിപ് ബാം ചെറിയ മണമൊക്കെ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു കെൻ ഗോ ഫോർ ദിസ് വൺ. ദാറ്റ് ഇസ് നൈക്കാസ് സീരിയൽ കില്ലർ അല്ല കിസർ. ഓക്കെ, അടുത്തതും നൈക്കയുടെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, ലിപ് ക്രഷ്. നൈക്കയുടെ ലിപ് ക്രഷ് ആണിത്. ഇത് മാക്രോൺ ലിപ് ബാം ആണ്. കാണാൻ അടിപൊളിയല്ലേ? ഇത് എൻ്റെ കയ്യിലുള്ളത് ലെമൺ ആണ് വേരിയൻറ്റ്. ഐ ലവ് ലെമൺസ്, സോ ഐ ഹാവ് ടു പിക്ക് ദിസ് വൺ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ഒരു ശരിക്കും ഒരു മാക്രോൺ ലുക്കാണ് ഇതിന്. നമ്മുടെ നൈക്കയുടെ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മാക്രോൺ ലിപ് ക്രഷസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കുറേ മാക്രോൺസ് എടുത്ത് വെച്ചതിനെ പോലെ തന്നെ തോന്നും. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ലിപ് ബാംസ് ഞാൻ ഇപ്പം മെൻഷൻ ചെയ്യുന്ന ലിപ് ബാംസിൽ അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട് എന്ന് ഞാൻ പറയണത് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു 249 rupees ഇതിന്. ആൻഡ് നമുക്കൊരു 8 grams ഓഫ് പ്രൊഡക്റ്റ് കിട്ടും. ബട്ട് സാധനം ഭയങ്കര ഹാൻഡിയാണ്. ആൻഡ് ഇത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക, എടുക്കുക. ഇതിൻ്റെ ടെക്സ്ചറും അത്യാവശ്യം ബാമിഷാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത്രയും ഗ്ലോ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിമാലയയുടെ, നേരത്തെ പറഞ്ഞ നൈക്കയുടെ അത്രയും ഗ്ലോ ഇല്ല. ബിക്കോസ് ഓൾറെഡി നമ്മൾ കയ്യിലെടുത്താണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ അധികം പ്രൊഡക്റ്റ് ആവുന്നില്ല ചുണ്ടിൽ, മാത്രമല്ല അധികം ഗ്ലോയും കിട്ടുന്നില്ല. സോ ഐ തിങ്ക് മെൻ മൈറ്റ് ഗോ ഫോർ ദിസ് വൺ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് ബിക്കോസ് അധികം ഗ്ലോ ഇല്ല. ഇത് ജസ്റ്റ് ഒരു ലിപ് ബാമിൻ്റെ ഒരു ചെറിയൊരു മോയ്സ്ചറൈസിങ്ങും ഒരു ഹൈഡ്രേഷൻ എന്നുള്ളൊരു ഫീച്ചർ മാത്രമേ ഉള്ളൂ. ഒരു അടിപൊളി ലെമൺ സ്മെല്ലുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര രസമാണ് ഇതിൻ്റെ സ്മെല്ല്, ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാംസ് എനിക്ക് മടുത്ത് എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ദിസ് ഇസ് ബ്രില്യൻറ്റ്, അടിപൊളിയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഐ ഹാവ് ഇസ് നിവ്യയുടെ ഈ ഒരു പ്രൊഡക്റ്റാണ്. നിവ്യയുടെ ഒരു ബേസിക് ലിപ് ബാമാണ്. ഇത് ആക്ച്വലി കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നിവ്യയുടെ ലിപ് ബാംസ് ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതും ബേസിക്കലി ഒരു റോൾ ഓൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് തന്നെ റോൾ ഓൺ കൈൻഡ് ഓഫ് ആണ്. ഒരു ബാമിഷ് ടെക്സ്ചറാണ് ഇതിനും ഉള്ളത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ലിപ് ബാംസിനെ പോലും ഒത്തിരി ഇങ്ങനെ ജെല്ലിഷ് ആയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കില്ല. ഇത് നമ്മുടെ മാക്രോൺ ലിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അത്യാവശ്യം നല്ലതാണ്. ഒട്ടും അതായത് ഇപ്പം എനിക്ക് അധികം ഗ്ലോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു മോയ്സ്ചർ, ഒരു ലിപ് ബാം ചെയ്യുന്ന ബേസിക് ഫംഗ്ഷൻ മാത്രം മതി എന്നുള്ളവർക്കാണെങ്കിൽ യു കെൻ ഗോ ഫോർ ദിസ് വൺ. ഇത് അടിപൊളിയാണ്. ഇതൊരു 4.8 grams ഉണ്ട്, 4.5 grams ആണ്. ആൻഡ് ദിസ് ഈസ് ഫോർ ലൈക്ക് 140 rupees ആണ്. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. അത്യാവശ്യം നന്നായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ്. ഞാൻ എൻ്റെ മമ്മിക്കൊക്കെ വാങ്ങിക്കൊടുത്താണ്, അവർക്ക് ഒത്തിരി ഇഷ്ടമായത്. സോ സോ യു കെൻ ഗോ ഫോർ ദിസ് വൺ, നിവ്യ. And then the last lip balm in the colorless category is ഹിമാലയയുടെ ഈ ഒരു പീച്ച് ഷൈൻ എന്നാണ് ഈ ലിപ് ബാം. ഈ ലിപ് ബാമിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് അധികം ഇഷ്ടമായില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ ലിപ് ബാമിനെ കുറിച്ചാണ്. ഇതും നമ്മുടെ ബാക്കി ഇപ്പം ഞാൻ കാണിച്ച ലിപ് ബാംസ് ഉള്ള റോൾ ഓൺ കൈൻഡ് ഓഫ് തന്നെയാണ്. നമ്മുടെ നിവ്യ പോലെയൊക്കെ റോൾ ഓൺ ആണ്. ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാമിഷ് കൈൻഡ് ഓഫ് ടെക്സ്ചർ തന്നെയാണ്. കാണുമ്പോൾ ഒരു പീച്ചിഷ് കളറൊക്കെ ഉണ്ട്, പക്ഷെ തീരെ കളറില്ല കേട്ടോ. നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം ഒട്ടും കളറില്ല, കളർലെസ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ചെറിയൊരു പീച്ചിഷ് സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. 150 rupees ആണ് ഇതിന്. ആൻഡ് യു ഗെറ്റ് ലൈക്ക് 4.8 grams ഓഫ് പ്രോഡക്റ്റ് സംതിങ്. ആൻഡ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സ്മൂത്ത് അല്ല. ഇത് ലിപ്സിലൊട്ടും സ്മൂത്തായിട്ട് അപ്ലൈ ആവുന്നില്ല. അപ്പം ബാക്കി എല്ലാ പ്രോഡക്റ്റ്സും, അതായത് നിവ്യ ആണെങ്കിലും നൈക്കയുടെ സീരിയൽ കിസർ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നല്ല സ്മൂത്ത്ലിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ ഈ റോൾ ഓൺ കൈൻഡ് ഓഫ് ഒരു ഇതായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ലിപ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹിമാലയയുടെ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പം എനിക്കെന്തോ ഒട്ടും സ്മൂത്ത് അല്ലായിരുന്നു, എന്തെങ്കിലും കൊണ്ടു കയറുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പം എന്തോ ഭയങ്കര ഇറിറ്റേറ്റഡ് പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി. എന്നാൽ ആ ഒരു ഐ ഡോണ്ട് നോ, ആ ഒരു ബാമിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദിസ് എന്തോ ബേസിക്കലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മച്ച്. സോ അങ്ങനെയല്ല, ഇനി ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. പിന്നെ എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടി പ്രൊഡക്റ്റിൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല.
സോ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കിതൊരു പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ബിലോ. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. സോ ഐ ഡെൻറ്റ് ബേസിക്കലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ് മച്ച്. എനിക്ക് രണ്ടാമത് ഈ പ്രോഡക്റ്റ് വാങ്ങി ചെക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല. കാരണം ഹിമാലയയുടെ പ്രോഡക്റ്റ് ആയതാണ് ഞാൻ ശരിക്കും കയ്യോട് പോയി കൂടെ വാങ്ങിയത്. പക്ഷേ ഒന്നും എനിക്കത് ഇഷ്ടമായില്ല ഈ സാധനം. സോ അതാണ് ഹിമാലയൻ പീച്ച് ഷൈൻ. സോ ഇഫ് ദർ ഇസ് എനിവൺ ഹു ഹാസ് ആൻ ഓപ്പോസിറ്റ് ഒപ്പീനിയൻ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ കളർലെസ് ലിപ് ബാംസിൻ്റെ റിവ്യൂസ്. സോ നമുക്കിനി ഒരു കളർഫുൾ ലിപ് ബാംസിലേക്ക് പോകാം, അതായത് ഒരു കളർ ടിൻറ്റുള്ള ലിപ് ബാംസിലേക്ക് പോകാം. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ശരിക്കും കളർ ടിൻറ്റുള്ള ലിപ് ബാംസ് ആണ്. ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ലിപ്സ്റ്റിക് ഇടാൻ എനിക്ക് മടിയാണ്. സോ അതുകൊണ്ട് ഞാൻ ബേസിക്കലി കളർ ടിൻറ്റുള്ള ഈ ലിപ് ബാംസ് ആണ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത്. ബേസിക് ലിപ് ബാംസ് പോലെ തന്നെ ഉള്ളൂ കളർ ടിൻറ്റുള്ള ലിപ് ബാംസും, ഒരു ചെറിയ കളർ ഉണ്ടാവും എന്നേ ഉള്ളൂ. സോ ആദ്യത്തെ കളർ ടിൻറ്റുള്ള എൻ്റെ ലിപ് ബാം എന്ന് പറയുന്നത് മേബ്ലിൻ്റെ ഈ പ്രൊഡക്റ്റാണ്. മേബ്ലിൻ്റെ ബ്രൈറ്റ് ഔട്ട് ലൗഡ് ആണിത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കിംഗ് ഓറഞ്ച് ആണ്. അതിനൊരു ചെറിയൊരു ഓറഞ്ചിഷ് ഒരു ഷെയ്ഡ് ഉണ്ട്, ഒരു ചെറിയൊരു ഷെയ്ഡ്. ഞാനിപ്പോൾ സ്വാച്ച് ചെയ്ത് കാണിച്ച ക്യാമറയിൽ ഒട്ടും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാത്തത്. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞ് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ചെറിയൊരു ഓറഞ്ച് ടിൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു 4 വേരിയൻസ് ഇതുണ്ട്, വേറെ മറ്റ് 4 വേരിയൻസുകളുണ്ട് ഇതിന്. അപ്പോൾ ഇതിന് ഒരു ബാമിഷ് ടെക്സ്ചറാണ് ആൻഡ് റോൾ ഓൺ കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വളരെ ഹാൻഡിയാണ് ഇത്. ദിസ് ഈസ് മൈ ഗോ ടു ലിപ് ബാം. ഐ ലവ് ദിസ് ലിപ് ബാം. ഇതെനിക്ക് എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ടുണ്ടാവും ഈ സാധനം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സാധനം. മേബ്ലിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ്, അടുത്ത എൻ്റെ കളർ ടിൻറ്റിൻ്റെ ഉള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ബേബി ലിപ്സിൻ്റെ തന്നെ പിങ്ക് ലോലീത്താണിത്. ഇതായിരുന്നു ശരിക്കും അവർ ആദ്യം ഇറക്കിയ പ്രൊഡക്റ്റ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നത്. സോ ആദ്യം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്, പിങ്ക് ലോലീത്താണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ ഇതും ഒരു റോൾ ഓൺ കൈൻഡ് ഓഫ് ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ് ഇതിന്, ഒരു പിങ്കിഷ് ടിൻറ്റാണ് ഇതിന്. ദിസ് ഇസ് ഓൾസോ ബാമിഷ് കൈൻഡ് ഓഫ് എ ടെക്സ്ചർ. ഇതിനൊരു 175 ആണ് ഇതിൻ്റെ MRP. ഒരു 4 ഗ്രാംസോളം ഉണ്ട്. ആൻഡ് ബ്രൈറ്റ് ഔട്ട് ലൗഡിൻ്റെ ആണെങ്കിൽ 180 ആണ്. ബട്ട് ഇതിന് ഏതാണെങ്കിലും രണ്ടും വളരെ അടിപൊളിയാണ്. ഇതാണെങ്കിലും ഒരു 4 ഷെയ്ഡ്സോളം വേറെ ഉണ്ട്, ഇതിന് വേറെ 4 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് വെച്ച് വാങ്ങാം. പിങ്ക് ഉണ്ട്, ഇതിൻ്റെ ഒരു വേറെ എന്തോ ഒരു ഇച്ചിരി ഡാർക്കിഷ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് ഉണ്ട് ഇതിന്. ഈ ഒരു വേരിയൻറ്റിലാണെങ്കിലും ഒരു 4 ഷെയ്ഡ്സോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് നോക്കിയാൽ. എൻ്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ് കളർ ടിൻറ്റ് ഉള്ളതിൽ. സോ ദാറ്റ് ഈസ് ദ കളർ ടിൻറ്റഡ് ലിപ് ബാംസ്. അപ്പോൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും, നായ്ക്കയുടെ പ്രൊഡക്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഏതൊരു സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഏതൊരു മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും കിട്ടും. ഈവൻ ഓൺലൈൻ അവൈലബിൾ ആണ്. ബട്ട് നായ്ക്കയുടെ പ്രൊഡക്ട്സ് നായ്ക്കയുടെ തന്നെ സ്റ്റോറിൽ മാത്രം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ നായ്ക്കയുടെ സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നായ്ക്കയുടെ എവിടെ അവൈലബിൾ ആണെന്നുള്ളത് ആ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം എവിടുന്ന് അവൈലബിൾ ആണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. So that's it for today. So ഇന്ന് ഇത്രേ ഉള്ളൂ എൻ്റെ ലിപ് ബാം വീഡിയോസ്. സോ ഐ ഹോപ്പ് ഐ ഹെൽപ് യു ഓൾ എ ലിറ്റിൽ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. So do not forget to like, share and subscribe to my video. Subscribe ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ please do not forget to subscribe. So yeah, that's it. So I'll see you in my next video. Keep smiling, keep spreading happiness. Namaskaram and welcome back again to Bees Hello Happiness, where I do videos on beauty, bliss and wellness. അപ്പോൾ എല്ലാവരും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ വാസ് അബൌട്ട് ഒരു 3-step റുട്ടീൻ ഫോർ എ ക്ലീൻ ആൻഡ് ഹെൽത്തി സ്കിൻ എന്നതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ സ്കിൻ ടൈപ്സിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിരുന്നു. അതായത് സ്കിൻ ടൈപ്സിന് പറ്റുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു ആക്ച്വലി. കാരണം അവർക്ക് അവരുടെ സ്കിൻ ടൈപ്പ് എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ എന്തോ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ടൈപ്സ് ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കിൻ ടൈപ്സ് തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകളെ കുറിച്ചും കൂടിയാണ്. സോ അധികം സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ബേസിക്കലി നമുക്ക് 5 തരത്തിലുള്ള സ്കിൻ ടൈപ്സ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പം നമ്മുടെ സ്കിൻ ആകെപ്പാടെ ഒരു ടൈറ്റ്നെസ് തോന്നിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലേക്കിനെസ്, മുഖത്ത് ഫുള്ളായിട്ടൊരു ഫ്ലേക്കിനെസ് തോന്നിക്കും. എന്തൊരു പ്രൊഡക്റ്റ് ഇടുമ്പോൾ ഒരു തരിതരിപ്പ് പോലത്തെ ഒരു സ്കിൻ തോന്നിക്കും. ഒരു വെള്ളത്തിന് കുറവോ ഒരു ഹൈഡ്രേഷൻ കുറവ് പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളൊരു ബേസിക്കലി
ഈ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓയിൽ ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം, ക്രീം ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. മാക്സിമം സോപ്സ് അവോയ്ഡ് ചെയ്യുക. സോപ്പ് ആക്ച്വലി മുഖത്ത് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിൽ തന്നെ സോപ്പ് നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ഒരാൾ സോപ്പ് യൂസ് ചെയ്താലും സ്കിൻ അത് ഭയങ്കര ഡ്രൈ ആക്കും. സോ ഡ്രൈ സ്കിൻ ഉള്ളവർ പറയുന്നുണ്ടല്ലോ. സോ സോപ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഡ്രൈ സ്കിൻ. ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്കിൻ ഇസ് ഓയിലി സ്കിൻ. ഓയിലി സ്കിൻ ഉള്ളവരുടെ ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമായിരിക്കും. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫുൾ ഫേസ് ഓയിലിയാണ്. മൂക്ക്, നെറ്റിയുടെ ഭാഗം, ഈ താടിയുടെ ഭാഗം, ഇവിടെ എല്ലാം ചീക്സ് എല്ലായിടത്തും ഭയങ്കര ഓയിലി ആയിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഓയിലിനെസ് കയ്യിലൊക്കെ നന്നായിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണ് കൂടുതലും ആക്നെ പ്രോൺ ആവുന്നത്. സോ ഓയിലി സ്കിന്നുള്ളവർ ബേസിക്കലി യൂസ് മോർ ഓഫ് ഓയിൽ കണ്ടന്റ് ഉള്ള പ്രൊഡക്ട്സ് മാക്സിമം ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ആൻഡ് യൂസ് മോർ ഓഫ് ജെൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, ലോഷൻസ് യൂസ് ചെയ്യാം, സീറംസ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി ലൈറ്റ് ഫോമുലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൂടുതലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ കഴിയും. Then the third type of skin is combination skin. ഈ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കാണ് ഈ ഒരു ഡൗട്ട് വരുന്നത്. എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണ് എന്നുള്ളൊരു ഡൗട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കാണ്. കാരണം കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ സോൺ, മുഖത്തിൻ്റെ ടീ സോൺ ഓയിലി ആയിരിക്കും, ബാക്കി ഏരിയാസ് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ടീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നെറ്റി, ഈ ഒരു ഏരിയ, മൂക്ക്, ഈ താടി, ഇത് ഒരു ഫോർമേഷനാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓയിലി ആയിരിക്കും, ബാക്കി ഏരിയാസ് ഡ്രൈ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്നതിനെയാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ ബേസിക്കലി നിങ്ങൾക്കൊരു മിക്സ് ഓഫ് ജെൽ ആൻഡ് ക്രീം പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. പിന്നെ മാക്സിമം ലൈറ്റ് ഫോമുലേറ്റഡ് തന്നെ യൂസ് ചെയ്യാനാണ് നിങ്ങൾക്കും നല്ലത്. കുറച്ചുകൂടെ മൈൽഡായിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ഇറ്റ് വിത്ത് കോമ്പിനേഷൻ സ്കിൻ. പിന്നെ ഫോർത്ത് ടൈപ്പ് ഓഫ് സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്. ഈ സെൻസിറ്റീവ് സ്കിന്നാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്. കാരണം സെൻസിറ്റീവ് സ്കിൻ ഇപ്പം ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു, ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാൻ പറ്റും. സെൻസിറ്റീവ് സ്കിൻ എന്നൊരു ടെസ്റ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല. സെൻസിറ്റീവ് സ്കിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള സ്കിൻ ടൈപ്സിന് പറ്റുന്ന ചിലപ്പോൾ എല്ലാ ഓയിലിക്കും ഡ്രൈയും നോർമൽ കോമ്പിനേഷൻ ടൈപ്പ് ഏതൊരു സ്കിന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റണമെന്നില്ല. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്ത് അത്യാവശ്യം ഇറിറ്റേഷൻ, ചൊറിച്ചിൽ, റെഡ്നെസ് തോന്നിക്കും. അപ്പം തന്നെ റിയാക്ട് ചെയ്യും സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ബേസിക്കലി ഞാൻ അഡ്വൈസ് ചെയ്യേണ്ടത് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി ഇൻ കേസ് അത് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് നോക്കുമ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ട്സിൽ എന്തായാലും താഴെ ഉണ്ടാവും. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണോ നോർമൽ സ്കിൻ ആണോ എന്നൊക്കെ എന്തായാലും അതിൻ്റെ താഴെ ഉണ്ടാവും. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ എന്നുള്ളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കണം. പാച്ച് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെയാണ്. അതായത് നമ്മുടെ കൈൻ്റെ ഈ ഉൾഭാഗത്തായിട്ട് ഒരു കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും ടെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടെസ്റ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ചില സ്കിന്നിൽ 24 hours റിയാക്ട് ചെയ്യും, ചിലത് 48 hours എടുക്കും. അപ്പോൾ ഒരു 2 to 3 days കൊടുക്കുക. റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാം. റിയാക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പിന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. സോ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട്, ഓവർട്ട്ലി സെൻസിറ്റീവ് ആയിട്ടുള്ളവരുണ്ട്, അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാം. സെൻസിറ്റീവ് സ്കിന്നുള്ളൊരു ബേസിക്കലി ഫ്രേഗ്രൻസ് കൂടുതലുള്ള പ്രൊഡക്ട്സ്, കെമിക്കൽ കണ്ടൻസ് കൂടുതലുള്ളത്, അങ്ങനത്തെ പ്രൊഡക്ട്സ് കൂടുതലും ഒഴിവാക്കാം. മോസ്റ്റ്ലി ഓർഗാനിക് പ്രൊഡക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കെമിക്കൽസ് അത്യാവശ്യം കുറവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ അത്രയും റിയാക്ഷൻസ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ് വിത്ത് സെൻസിറ്റീവ് സ്കിൻ. ആൻഡ് ദ ഫിഫ്ത്ത് ടൈപ്പ് ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്കിൻ ഈസ് നോർമൽ സ്കിൻ. നോർമൽ സ്കിന്നുള്ളവരുടെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അടിപൊളി സ്കിന്നാണ് നിങ്ങളുടേത്. കൂട്ടത്തിൽ ഏറ്റവും എന്താ പറയുക, ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സ്കിൻ നിങ്ങളുടേതാണ്. കാരണം സോഫ്റ്റാണ്, സപ്പിളാണ്, അധികം കുരു ഉണ്ടാവില്ല, അധികം റെഡ്നെസ്സോ റാഷസോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എപ്പോഴും ഒരു നല്ലൊരു ഗ്ലോ അവരുടെ മുഖത്തുണ്ടാവും, ഭയങ്കര യൂത്ത്ഫുൾനെസ് ഉണ്ടാവും. അങ്ങനത്തെ സ്കിന്നുള്ള ഒരു നോർമൽ സ്കിൻ ടൈപ്സ് ആണ്. ഇപ്പം നോർമൽ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഏതൊരു പ്രൊഡക്റ്റും എടുത്ത് യൂസ് ചെയ്യരുത്. അതായത് ഓയിലി സ്കിന്നിന് പറ്റുന്നതും ഡ്രൈ സ്കിന്നിന് പറ്റുന്നതും എല്ലാം നിങ്ങൾ യൂസ് ചെയ്യരുത്. നിങ്ങൾ നോർമൽ സ്കിന്നാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് നോർമൽ സ്കിന്നുള്ളത് അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്സ്, മോസ്റ്റ്ലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം.
നോർമൽ സ്കിൻ ആക്ച്വലി ഒരു ബ്ലെസ്ഡ് ടൈപ്പ് ഓഫ് സ്കിൻ തന്നെയാണ്. അപ്പോൾ അധികം എഫേർട്ട് എടുക്കണ്ട നോർമൽ സ്കിന്നിന് വേണ്ടി. സോ ദോസ് ആർ ഈ 5 നമ്മുടെ ടൈപ്സ് ഓഫ് സ്കിൻ. ഐ തിങ്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ സ്കിൻ ഏതാണെന്നുള്ളത്. അപ്പം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്നുള്ളത്. ടെസ്റ്റുകൾ ഭയങ്കര ഈസിയാണ്. സോ ഏതൊക്കെയാണ് ഈ ടെസ്റ്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ബെയർ ഫേസ് മെത്തേഡ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഈസിലി വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അതായത് മുഖം ഒന്ന് കഴുകിയിട്ട് 45 മിനിറ്റ്സ് മുഖത്തിന് റെസ്റ്റ് കൊടുക്കുക. അതായത് വേറെ പ്രൊഡക്ട്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ റെസ്റ്റ് കൊടുക്കുക. ആൻഡ് ഒരു 45 മിനിറ്റ്സിന് ശേഷം കൈ ഒന്ന് മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഇപ്പോൾ ഡ്രൈ ഫേസ് ആണെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യും. ടൈറ്റ്നെസ്സും ആ ഒരു ഹൈഡ്രേഷൻ കുറവ് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മൂക്ക്, ഈ നെറ്റി, താടി, ചീക്സ് ഇവിടെ എല്ലായിടത്തുമായിട്ടൊരു ഓയിലി ഫീലിംഗ് ഉണ്ടാവും. കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ടീ സോണിൽ മാത്രം ഓയിലിനെസ് ഉണ്ടാവും, ബാക്കി എല്ലാ ഏരിയാസും ഡ്രൈ ആയിരിക്കും. നോർമൽ സ്കിൻ ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കും, വേറെ ഒരു ഇഷ്യൂസും ഇല്ല, വളരെ നോർമലായിട്ട് തന്നെ ഇരിപ്പുണ്ടാവും സ്കിൻ. സോ അത്രേ ഉള്ളൂ. സെൻസിറ്റീവ് സ്കിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് ടെസ്റ്റിൽ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ സെൻസിറ്റീവ് സ്കിൻ തിരിച്ചറിയാൻ. സോ അതായിരുന്നു ബെയർ ഫേസ് മെത്തേഡ്. സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ മുഖത്തിന് റെസ്റ്റ് കൊടുക്കുക. ആൻഡ് ദെൻ ഒരു ബ്ലോട്ടിംഗ് ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മുഖത്തൊന്ന് ഫുള്ളായിട്ടൊന്ന് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആ പേപ്പർ അത്യാവശ്യം ഭയങ്കര ക്രംബ്ലി ആയിട്ടുണ്ടാവും, ഒരു ഡ്രൈനെസ് ആ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ഓയിലി സ്കിൻ ആണെങ്കിൽ ആ പേപ്പറിൻ്റെ ഫുൾ ഏരിയാസിൽ, അതായത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഫുള്ളായിട്ട് ഓയിൽ ഉണ്ടാവും. ടീ സോൺസിൽ മാത്രമായിട്ട് ഓയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മൂക്ക് വെച്ച ഭാഗമോ അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗം, താഴെയുടെ ഭാഗത്ത് മാത്രമായിട്ടാണ് ഓയിലെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ്. ബാക്കി എല്ലാ ഏരിയാസും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നായിരിക്കും. നോർമൽ സ്കിൻ ആണെങ്കിൽ ആ ടിഷ്യൂ വളരെ നോർമലായിട്ട് തന്നെ പോരും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടിഷ്യൂ അങ്ങനെ തന്നെ പോരും. സോ അതാണ് നോർമൽ സ്കിൻ ഉണ്ടാവുക. സോ ആ രണ്ടുമാണ് നമ്മുടെ ടെസ്റ്റുകൾ. നമുക്ക് ഈസിലി വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന 2 ടെസ്റ്റുകളാണ് ബെയർ ഫേസ് മെത്തേഡ് ആൻഡ് ബ്ലോട്ടിംഗ് ഷീറ്റ് മെത്തേഡ്. ഈ 2 ടെസ്റ്റുകൾ കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത്. സ്കിൻ ടൈപ്പ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തത്. കാരണം നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും സ്കിൻ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് മാത്രമേ നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവൂ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് ഐ വാസ് ഹെൽപ്ഫുൾ ഇനഫ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ സ്കിൻ ടൈപ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ബില്ലോ. സോ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്ന്. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ വീഡിയോ. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് സ്പ്രെഡിങ് ഹാപ്പിനെസ്. I'll see you soon in my next video. Till then. Namaskaram and welcome back again to Breathe Hello Happiness, where I do videos on beauty, bliss and wellness. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്യൂട്ടി വീഡിയോ എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ എൻ്റെ എവറി ഡേ വർക്ക് ലുക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഈ വർക്ക് ലുക്കിൽ ഞാൻ ബേസിക്കലി മേക്കപ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് 4 പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തിനാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ എവറി ഡേ മേക്കപ്പ് ഇടാന്ന് പറയുന്നത് എല്ലാവർക്കും അത്രയും ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, ഇഷ്ടമായിരിക്കില്ല മിക്കവർക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ മുഖം എങ്ങനെ അത്യാവശ്യം പ്ലെസൻ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ടും വെക്കുക എന്നുള്ളതാണ് ഈ ലുക്കിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലെമിഷസ് എല്ലാം കവർ ചെയ്യുന്നില്ല, മേക്കപ്പ് യൂസ് ചെയ്യുമ്പം കംപ്ലീറ്റ് കവറേജ് ആണ് കിട്ടുന്നത്. അതൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒരു എവറി ഡേ ഒരു നല്ലൊരു ഫ്രഷ് ആൻഡ് പ്ലെസൻറ്റ് കൈൻഡ് ഓഫ് ലുക്ക് മാത്രമാണ് ഈ ഒരു ലുക്കിൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി ക്വിക്ക്. ഒരു 5 മിനിറ്റുള്ളിൽ നമുക്ക് ഈ ലുക്ക് റെഡിയാവും. ജസ്റ്റ് 4 പ്രോഡക്ട്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് ദി ലിപ്പ് ആൻഡ് ദ ഐ പ്രോഡക്ട്സ് വെച്ചിട്ട് 4 പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അധികം സമയം കളയാതെ ലെറ്റ്സ് ജംപ് ഇൻടു ദ ട്യൂട്ടോറിയൽ. അപ്പോൾ ഏതൊരു ലുക്കിനും ഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്കിന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബേസ് സ്കിൻ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ബേസ് സ്കിൻ വളരെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഏതൊരു ലുക്കും, മേക്കപ്പ് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ആ ഒരു ബേസ് സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഒരു ബേസ് സ്കിൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. മാത്രമല്ല നമ്മൾ ഏതൊരു ലുക്കാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിരിക്കില്ല, അതിനൊരു ഗ്ലോ ഫീലിംഗ് ഉണ്ടാവില്ല, അത് ഒട്ടും ഭംഗി ഉണ്ടാവില്ല കാണാൻ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബേസ് സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കിട്ടുന്ന ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാം. നിങ്ങളെ കഴിഞ്ഞ തവണ കാണിച്ചിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. റിങ്കിൾ ലിഫ്റ്റിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം അത്യാവശ്യം മുഖത്തും നെക്കിലും യൂസ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നന്നായിട്ട് ബേസ് സ്കിന്ന് പെപ്പ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. മോയ്സ്ചറൈസർ ഇല്ലാതെ എന്തായാലും സ്കിൻ ഒരു മേക്കപ്പ് ലുക്കും അല്ലെങ്കിൽ ഒരു ലുക്കും കംപ്ലീറ്റ് ആവില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മോയ്സ്ചറൈസ് യുവർ സ്കിൻ. ആൻഡ് നെക്കിലിടാൻ എന്തായാലും മറക്കരുത്, കാരണം അല്ലെങ്കിൽ ഭയങ്കര അൺഈവനായിട്ട് ഫീൽ ചെയ്യും, മുഖം വേറൊരു ഷെയ്ഡും. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരാളാണ് അല്ലെങ്കിൽ വെയിലത്ത് ഇറങ്ങുമെന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ സൺസ്ക്രീൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യും. ഞാൻ വെയിലത്ത് ഇറങ്ങേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വർക്ക് പ്ലേസിൽ പോകുന്നു. എനിക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ആ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കണം. നിങ്ങൾ പുറത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് വെയിലടിക്കുമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. ആൻഡ് നോട്ട് ഓൺലി ഓൺ ദ ഫേസ് ആൻഡ് നെക്ക്. നിങ്ങൾ എവിടെയൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ഇപ്പോൾ കയ്യിലാണെങ്കിൽ എവിടെയൊക്കെ എക്സ്പോസ്ഡ് ആവും അവിടെയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്, കാരണം നമ്മളവിടെ സ്കിന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം സൺ ടാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു അൺഈവൻനെസ് മുഖത്ത് എപ്പോഴും ഉണ്ടാവും. പിന്നെ അത് മാറ്റാൻ ഭയങ്കര പണിയാണ്. സോ അത് വരുത്താതിരിക്കാൻ മാക്സിമം നോക്കാം. എനിക്കിപ്പോൾ സൺലൈറ്റിലോട്ട് ഞാൻ ഇറങ്ങുന്നില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈ ലുക്കിൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു CC ക്രീമാണ്. ഓക്കെ, CC ക്രീം എന്ന് പറയുന്നൊരു കോംപ്ലക്ഷൻ ക്രീം അല്ല, ഒരു കളർ കറക്ഷൻ പോലത്തെ ഒരു ക്രീമാണ്. നമ്മുടെ മുഖം അത്യാവശ്യം ഒരു അൺഈവൻ ടോൺസ് ആയിരിക്കും, കാരണം എന്തെങ്കിലും സൺ ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പിമ്പിളിൻ്റെ പാടോ അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ മുഖം അത്യാവശ്യം ഒരു അൺഈവൻ ടോൺസിലായിരിക്കും. പലയിടത്ത് ഷെയ്ഡ്സും കളേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ മുഖം ഒരേ ഒരു കളർ ടോണിലേക്ക് ആക്കാനാണ് CC ക്രീം അല്ലെങ്കിൽ ഒരു BB ക്രീം ചെയ്യുന്നത്. നിങ്ങൾക്ക് CC ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു BB ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാം. BB ക്രീം എന്ന് പറയുന്നത് ബ്ലെമിഷ് ബാമാണ്. അപ്പോൾ അതാണെങ്കിലും യൂസ് ചെയ്യാം. അതൊരു ഫൗണ്ടേഷൻ, പ്രൈമർ, അതിൻ്റെയൊക്കെ ഒരു ലൈറ്റസ്റ്റ് വേർഷനാണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അത് വളരെ നല്ലതാണ്. അത്യാവശ്യം നമ്മുടെ സ്കിൻ ടോൺ അത്യാവശ്യം ഈവനായിട്ട് തന്നെ വെക്കാൻ സഹായിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഒരു 9to5ൻ്റെ ഈ ഒരു CC ക്രീമാണ്. ഇതിൻ്റെ ഷെയ്ഡ്, എൻ്റെ ഷെയ്ഡ് ബ്രോൺസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് യൂസ് ചെയ്യാം. എനിക്കൊന്ന് 4 ഷെയ്ഡ്സ് എന്തോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷെയ്ഡാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ സ്കിൻ ടോണിന് പറ്റുന്ന ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഇതിപ്പോൾ എന്തോ 9 grams ഉണ്ട്. ഇതിൻ്റെ വലിയ പാക്കറ്റും ഉണ്ട്. ഞാനിപ്പോൾ ചെറുതാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് SPF കൂടിയാണ്. അപ്പം SPF എനിക്ക് തൽക്കാലം ആവശ്യമില്ല, ഞാൻ പുറത്തിറങ്ങാത്തതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് SPF ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മോയ്സ്ചറൈസറിനെ കട്ടി കുറച്ചുകൂടി ടെക്സ്ചർ, ഇതിൻ്റെ കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിന് കുറച്ചുകൂടെ തിക്കായിരിക്കും ഇതിൻ്റെ ടെക്സ്ചർ. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു ടെക്സ്ചറാണ് ഇത്. അപ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എവിടേക്കാണ് നമുക്ക് ബ്ലെമിഷസ് തോന്നിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഈ കുറച്ച് ഏരിയാസ്, അണ്ടർ ഐസ്, എൻ്റെ അണ്ടർ ഐസ് ഇത്തിരി പ്രശ്നമാണ്. അപ്പം അണ്ടർ ഐസ്, പിന്നെ നമ്മുടെ ഈ മൗത്തിൻ്റെ ഈ ഒരു പോർഷൻ, ഇതൊക്കെ ചിലപ്പോൾ ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടാവും അവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യാം. നെക്കിലാണല്ലോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, കാരണം ആ ഒരു ഈവൻനെസ് തോന്നിക്കാൻ വേണ്ടി നെക്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എവിടേക്കാണ് നിങ്ങളുടെ മുഖത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അണ്ടർ കളറേഷൻസ് ഉള്ളതെന്ന് തോന്നുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൈ വെച്ച് ഇത് ഇങ്ങനെ ജെന്റ്ലി ഡാബ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു കാരണവശാലും മോയ്സ്ചറൈസർ ഞാൻ തേച്ചത് നിങ്ങൾക്ക് കണ്ടായിരുന്നു. മോയ്സ്ചറൈസർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം നമുക്കിങ്ങനെ വെറുതെ ഒപ്പി ഇങ്ങനെ പോകാം. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ഡ്രാഗ് ചെയ്യരുത്. നിങ്ങൾ ഫിംഗേഴ്സ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ പോകാവൂ. അതായത് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്പോഞ്ചാണ്. ഇത് ഏതൊരു സ്റ്റോറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനങ്ങളാണ്. ഇതിൻ്റെ എല്ലാം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വേണമെങ്കിലും വാങ്ങാം. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. CC ക്രീമിൻ്റെ ആണെങ്കിലും സ്പോഞ്ചിനാണെങ്കിലും ഒക്കെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബേസിക്കലി ചെയ്യുന്നത്, കാരണം ഇത് കുറച്ചുകൂടി ഈസിയറാണ്. ഇതുണ്ട്, ഞാൻ കൈ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും അത്യാവശ്യം കുറച്ചുകൂടി ഈസിയറാണ്. കുറച്ചുകൂടി കവറേജും കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. ഒരു കാരണവശാലും ഇങ്ങനെ വലിച്ച് ചെയ്യരുത്, കാരണം ഇത് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ഈ ഒരു ക്രീമിന് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ
ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക, എല്ലായിടത്തൊന്ന് ഡാബ് ചെയ്യുക, ഭയങ്കര ജെൻറ്റിലായിട്ട് ഡാബ് ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം ഡാബ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് ഫുൾ സ്കിന്നിലേക്ക് ഇങ്ങനെ പോയിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കൈ വെച്ചാണെങ്കിലും ചെയ്യാം, കൈ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. ഈവൻ ബ്രഷ് വെച്ചാണെങ്കിലും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും തരം ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം, ഒത്തിരി ഓവർ ആവരുത്. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എത്രയും കുറച്ചെടുക്കാവോ അത്രയും നല്ലതായിരിക്കും. സോ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, ഇപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും പിഗ്മെൻറ്റേഷൻ മതി, എനിക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് ഫുള്ളൊരു ഈവൻ ടോണിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഇത്രയും മതിയാവും. കാരണം ഡെയിലി ഞാൻ വർക്കിന് പോകുന്ന ഒരു അപ്പിയറൻസ് ആണ്. സോ ഐ തിങ്ക് ദിൽ ബി ഫൈൻ ഫോർ മീ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ CC ക്രീംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ BB ക്രീംസ് ആണെങ്കിലും യൂസ് ചെയ്യാം. You see, it instantly brings in a freshness to your face. ഒരു വെറും മോയ്സ്ചറൈസർ ഇട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ഇൻസ്റ്റൻ്റ്ലി ആ ഒരു നമുക്കൊരു പ്ലംപ്നെസ്സും ആ ഒരു ഫ്രഷ്നെസ്സും കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ CC ക്രീം, അതാണ് CC ക്രീമിൻ്റെ ഒരു ബിഗ് തിങ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ നൈസ് മാജിക് ഇറ്റ് ഡസ് ടു യുവർ സ്കിൻ. അതാണ് CC ക്രീം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഈ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ആൻഡ് ലിപ്സ് മാത്രമാണ്. അപ്പോൾ ഐസിന് ഞാൻ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ലാക്മേയുടെ ഒരു ഐക്കോണിക്കിൻ്റെ കാജലാണ്. ഞാൻ മേബിലിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബ്ലാക്ക്. അത് നിങ്ങളുടെ ഐ തിങ്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം മുകളിലും താഴെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു ജെറ്റ് ബ്ലാക്ക്, ബട്ട് ഇറ്റ്സ് ടു ഗുഡ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ട് ഭയങ്കര വാട്ടറിയാണ്, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലിപ്സ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജസ്റ്റ് ലിപ് ബാം മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് എല്ലാ ദിവസം ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ലിപ് ബാം മാത്രം യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എനിക്കൊരു ലിപ് ടിൻറ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മിസ് ക്ലെയറിൻ്റെ ഈ ഒരു 31 ലിപ്സ്റ്റിക്കാണ് ജസ്റ്റ് ഒരു ലിപ് ടിൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ ജസ്റ്റ് ഷോ യു ഹൗ ദ ഷെയ്ഡ് ലുക്സ്. ഇതൊരു ഭയങ്കര നൂഡ് പിങ്ക് ഷെയ്ഡാണ്. വെരി വെരി നൂഡ് പിങ്ക് ഷെയ്ഡ്, അതായത് എവറി ഡേ കൈൻഡ് ഓഫ് എ ഷെയ്ഡ്. അതായത് നിങ്ങൾക്ക് ഒട്ടും ഓവർ ഡ്രസ്ഡ് ആയിട്ട് തോന്നില്ല, പക്ഷേ അത്യാവശ്യം നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരുന്നത് ഭയങ്കര നൂഡ് നൈസ് ഷെയ്ഡാണിത്. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. സോ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അധികം പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആൻഡ് CC ക്രീം, പിന്നെ ഒരു കാജൽ ആൻഡ് ഒരു ചെറിയ ടിൻറ്റ് ഓഫ് ലിപ്സ്റ്റിക് മാത്രം ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദിസ് സ്റ്റിൽ ലുക്സ്, ഐ തിങ്ക് ഇറ്റ് ലുക്സ് റിയലി ഫ്രഷ് അല്ലേ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഒരു ലുക്ക് റെഡിയാവും. ഞാനിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതുകൊണ്ടാണ് കുറേ ടൈം എടുക്കുന്ന പോലെ തോന്നുന്നത്. അതർവൈസ് ഇറ്റ് ടേക്സ് ജസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ലുക്ക് റെഡിയാവും. എന്നിട്ട് നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാം, അല്ലെങ്കിൽ എവറി ഡേ വർക്ക്, അല്ലെങ്കിൽ എവറി ഡേ നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും ഇങ്ങനത്തെ ഒരു ലുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ എന്തായാലും നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അപ്പം അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരാം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഹാവ് എ ലുക്ക്. ആൻഡ് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നതിനോട് അഭിപ്രായങ്ങൾ പറയാം. And നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ do not forget to like, share and subscribe. I will see you soon in my next videos. Till then, keep smiling, keep spreading happiness. Stay safe all, stay healthy. See you. Bye bye. Hello all and welcome back again to Be Hello Happiness, where I do videos on beauty, bliss and wellness. ഇപ്പോൾ ടൈറ്റിൽ വായിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണല്ലോ ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൻ്റെ ഒരു സീരീസ്. സോ മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്, പക്ഷേ ഒരു മടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിട്ട ശരിയാവോ അതിട്ട ശരിയാവോ എന്നൊക്കെ വിചാരിക്കുന്ന കുറേ കൺഫ്യൂസ്ഡ് ആൾക്കാരുണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ട് കുറേ പേര്. സോ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഈ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ചെയ്യുന്നത്. ഞാൻ കുറേ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ബിഗിനേഴ്സ് മേക്കപ്പ് വീഡിയോ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു ബേസിക്കലി മിക്ക മേക്കപ്പ് പ്രോഡക്ട്സും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് കിറ്റ്, എൻ്റെ ബിഗിനേഴ്സ് കിറ്റ് എന്ന് പറയുന്നത് മൈ ടേക്ക് ഓൺ എ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ആക്ച്വലി ലേൺ വിത്ത് 2 to 3 പ്രോഡക്ട്സ്. ലൈക്ക് ഇനീഷ്യലി 2 to 3 പ്രോഡക്ട്സ് വെച്ച് പഠിക്കുക ആൻഡ് ദെൻ മൂവ് ഓൺ ടു മോർ പ്രോഡക്ട്സ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അതിനോട് കുറച്ചുകൂടി യൂസ് ടു ആവും. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴേക്കാണ് നമ്മുടെ സ്കിന്നൊരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നും. എനിക്കത് തോന്നിയിരുന്നു. ഞാൻ അതുകൊണ്ട് അതിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് റെക്ടിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 2 to 3 പ്രോഡക്ട്സ് മാത്രം കാണിച്ചു തരുന്നത്. ഞാൻ ആക്ച്വലി കുറേ സാധനങ്ങൾ ഒന്നിച്ച് തന്നെയാണ് അപ്ലൈ ചെയ്തത്. എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും ഒരുമിച്ച് അപ്ലൈ ചെയ്താണ് വന്നത്. സോ എൻ്റെ സ്കിൻ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി 2 to 3 പ്രോഡക്ട്സ് ആദ്യം നമുക്ക് ചെയ്ത് നോക്കാം. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഈ ബിഗിനേഴ്സ് കിറ്റിലുള്ളത്. ആൻഡ് ദെൻ
നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്ട്സിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും മറ്റേ ആദ്യത്തെ പ്രൊഡക്ട്സ് നിങ്ങളോട് യൂസ്ഡ് ആവും ആൻഡ് ദെൻ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്ലി ആവും ആ ഒരു പ്രൊഡക്റ്റുമായിട്ട്. നമ്മൾ സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. പിന്നെ എൻ്റെ തേർഡ് വീഡിയോയിൽ ഓൾമോസ്റ്റ് വിൽ ഡു ലൈക്ക് എ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ്. സോ വിച്ച് മീൻസ് നമ്മുടെ സ്കിന്നോട് നമ്മൾ ചെയ്യുന്നൊരു ജസ്റ്റിസ് ആണ് ഓൺ മൈ ടേക്ക്. ഇതിന് എൻ്റെ ടേക്കാണ്, എല്ലാവർക്കും ഈ ഒരു സെയിം അഭിപ്രായം ആവണമെന്നില്ല. ബട്ട് ദിസ് ഇസ് ഹൗ ഐ ലേൺഡ് ഇറ്റ് ആക്ച്വലി. സോ അത്രേ ഉള്ളൂ. സോ അതാണ് ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് സീരീസ് എന്ന് ഞാൻ പറയണത്. സോ എന്താണെന്നല്ലേ എൻ്റെ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റിൽ പറയില്ല, കാണിച്ചു തരാം. ഓക്കെ സോ ഇതാണ് എൻ്റെ ബിഗിനേഴ്സ് കിറ്റ്. അപ്പം ഏത് മേക്കപ്പ് ലുക്ക് ആണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? മോയ്സ്ചറൈസർ. അപ്പോൾ എൻ്റെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അറിയാം ഏതാണെന്നുള്ളത്. നോ ഗെസസ് ഫോർ ദാറ്റ്. സോ ഗാർണിയറിൻ്റെ റിങ്കിൾ ലിഫ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ഈ ട്യൂട്ടോറിയലിൽ പറയുന്ന മിക്ക പ്രോഡക്ട്സും മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സും നിങ്ങൾക്ക് ആക്ച്വലി വെരി ഈസിലി അവൈലബിൾ, വളരെ അഫോർഡബിൾ ആൻഡ് നിങ്ങൾക്ക് ആക്ച്വലി വളരെ നല്ല ക്വാളിറ്റിയുമാണ്. അപ്പം ഞാൻ ഈ അവൈലബിലിറ്റി നോക്കി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആകുമ്പം നമ്മൾ സ്കിന്നിൽ ആക്ച്വലി അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം നമുക്കറിയില്ല നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്യുന്ന ഏതാണെന്ന് നമുക്ക് ഇന്നുവരെ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ളവർക്ക് ആക്ച്വലി പോയി ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക ആൻഡ് ദെൻ മാത്രം ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ ഏത് വാങ്ങിയാൽ ഏകദേശം മാച്ച് ആവും എന്ന് കണ്ടാലൊക്കെ മനസ്സിലാവും. സോ അതിനുവേണ്ടിയാണ് ഞാനിവിടെ ആക്ച്വലി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മോയ്സ്ചറൈസിംഗ് എന്നുള്ള സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നു നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഗാർണിയറിൻ്റെ റിങ്കിൾ ലിഫ്റ്റ് ആണ്, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസീലറാണ്. ഇനി എന്തിനാണ് കൺസീലർ യൂസ് ചെയ്യണത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. കൺസീലർ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഒരു കൺസീലറാണ്. ഇത് മേബ്ലിൻ്റെ പ്രൊഡക്ട്സ് ആണ്, നിങ്ങൾക്ക് ഏത് സ്റ്റോറിലും അവൈലബിൾ ആണ് മേബ്ലിൻ്റെ പ്രൊഡക്ട്സ്. ഇത് മേബ്ലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് എന്നുള്ളൊരു കൺസീലറാണ്. ഇപ്പോൾ കൺസീലർ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ മുഖത്തെ ബ്ലെമിഷസും എന്തൊക്കെ നമുക്ക് കൺസീൽ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കവർ ചെയ്യണമെന്ന് തോന്നുന്നു അതെല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ ഒരു കൺസീലർ ഹെൽപ്പ് ചെയ്യും. അതായത് പിമ്പിൾസ്, റെഡ് റാഷസ് അല്ലെങ്കിൽ അണ്ടർ ഐ, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്കെല്ലാം അത്യാവശ്യം കവർ ചെയ്യാൻ കഴിയും. സോ ഓരോ കൺസീലറും ഓരോ രീതിയായിരിക്കും. അതായത് ചിലത് ഒരു ലൈറ്റ് കവറേജ് ആയിരിക്കും തരാം, ചിലതൊരു മീഡിയം കവറേജ് ആയിരിക്കും, ചിലത് ഫുൾ കവറേജ് ആയിരിക്കും. അത് കംപ്ലീറ്റ്ലി നമ്മുടെ എന്തെങ്കിലും ബ്ലെമിഷസ് ഉണ്ടോ ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ സഹായിക്കും. ഇത് ഓൾമോസ്റ്റ് ഒരു മീഡിയം ടു ഫുൾ കവറേജ് ആണ് മേബ്ലിൻ്റെ. ഇത് ആക്ച്വലി ഇതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ആൻഡ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കിത് കിട്ടും. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ ഐസ്. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് കവർ ചെയ്യുക എന്നുള്ളത് അവിടെ അപ്ലൈ ചെയ്യുക. എൻ്റെ ഷെയ്ഡ് മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മീഡിയം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും പോയി സ്റ്റോറിൽ പോയി തന്നെ അപ്ലൈ ചെയ്ത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. നിങ്ങളുടെ ഒരു കറക്റ്റ് ഷെയ്ഡുമായിട്ട് തന്നെ മാച്ച് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് അണ്ടർ ഐസിൽ ചിലപ്പം കുറച്ചുകൂടെ ലൈറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു സ്കിൻ ടോൺ തന്നെ മാക്സിമം സ്കിൻ ടോൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ബ്ലെമിഷസ് ഉള്ള ഏരിയാസൊക്കെ ഞാൻ കവർ ചെയ്യാണ്. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ബ്യൂട്ടി ബ്ലെൻഡർ. ഈ ബ്ലെൻഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാം, ചിലർ കൈ വെച്ച് ഉപയോഗിക്കും, ചിലർ ബ്യൂട്ടി ബ്രഷസ് യൂസ് ചെയ്യും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു കംഫർട്ട് വെച്ച് നോക്കിയിട്ട് എനിക്കൊന്ന് ബിഗിനേഴ്സിൻ്റെ ബ്ലെൻഡർ ആയിരിക്കും നല്ലത്, കാരണം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ബ്ലെൻഡർ. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ കൈ വെച്ചോ ബ്രഷ് വെച്ചോ നോക്കാം. സോ ഈ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വേണേലും പറഞ്ഞ പോലെ ഒരു കാരണവശാലും ഡ്രാഗ് ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് മാത്രം പോയാൽ മതി. ഒരു കാരണവശാലും ഡ്രാഗ് ചെയ്യരുത്. ആൻഡ് നിങ്ങൾ എത്രയും കുറച്ച് പ്രൊഡക്റ്റ് എടുക്കണോ അത്രയും നല്ലതാണ്. ലെസ് ഇസ് ഓൾവേസ് മോർ എന്നാണല്ലോ. അപ്പം മാക്സിമം ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മുഖം ഫ്ലോലെസ് ആയിരിക്കും. നമ്മളിപ്പോൾ നോക്കും ഓക്കെ ഫൈൻ എല്ലാം മാറിയല്ലോ അപ്പോൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ചെയ്യാവുന്ന അത്രയും ബ്ലെൻഡ് ചെയ്യുക സ്കിന്നിലേക്ക്. കാരണം നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്യുന്നു അത്ര മാത്രം നമ്മുടെ സ്കിൻ ഫ്ലോലെസ് ആവുള്ളൂ. സോ അതാണ് കൺസീലർ. Now concealer actually covers, see it actually is like covering up most of the things on my face. അപ്പോൾ എനിക്കധികം കവറപ്പ് ആവണമെന്നുമില്ല, എനിക്കിപ്പോൾ ഇത്രയും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു എത്രത്തോളം കവറേജ് വേണം, എനിക്ക് ഇനിയും കവർ ചെയ്യണം, എനിക്കിപ്പോൾ ഇത്രയും മതി എന്ന് തോന്നുന്നു. ഓക്കെ, സോ കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി കൺസീലർ സെറ്റ് ചെയ്യണം. ഈ കൺസീലർ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? കാരണം കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കൺസീലർ മാത്രം ഉപയോഗിച്ച് വേണേൽ പോകാം. ബട്ട് ഈ കൺസീലർ നമ്മൾ സെറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമ്മുടെ മുഖത്ത് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഒരു കോമ്പാക്ട്. കോമ്പാക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും അത്യാവശ്യം ഐഡിയ ഉണ്ടാവും. കാരണം എനിക്കൊന്ന്
മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ കോമ്പാക്ട് ലിപ്സ്റ്റിക് ഇതൊക്കെ ആയിരിക്കും എല്ലാവരും മനസ്സിലാക്കുന്നത്. സോ കോമ്പാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇങ്ങനത്തെ ഫൗണ്ടേഷൻ ലൈക്ക് ഈ പറയുന്ന കൺസീലേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത് ഇതും മേബ്ലിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. മേബ്ലിൻ്റെ ഫിറ്റ് മീ ആണ്. എൻ്റെ 230 നാച്ചുറൽ ബഫാണ് എൻ്റെ ഷെയ്ഡ്. എനിക്കിഷ്ടം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്റ്റോറിൽ പോയി ചെക്ക് ചെയ്ത് നിങ്ങളുടെ സ്കിന്നുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഒരു നാച്ചുറൽ സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടുള്ളൂ. സോ ഫിറ്റ് മീ ഇത് സോ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ദെൻ ഇതിൻ്റെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഈ ഒരു സ്പോഞ്ചാണ്. ഇതിലൊരു ചെറിയ സ്പോഞ്ച് ഉണ്ടാവും. ഓക്കെ, സോ ഞാൻ ആക്ച്വലി ഈ എൻ്റെ കയ്യിലുള്ള സ്പോഞ്ച് തന്നെ യൂസ് ചെയ്യാണ്. സോ ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുക്കാം. ഇതും വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ എടുക്കാവൂ. അധികം ഇങ്ങനെ ഒരുമാതിരി എടുക്കരുത്. നമ്മൾ ടാൽക്കം പൗഡറൊക്കെ ഇടുന്നുള്ളൂ, എടുത്തങ്ങോട്ട് കോരരുത്. ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യാം. അപ്പം കൺസീലർ നമ്മൾ എവിടെ അപ്ലൈ ചെയ്തു അവിടെ മാത്രം നമ്മുടെ പൗഡർ ആഡ് ചെയ്യുക, അല്ലാണ്ട് കംപ്ലീറ്റ് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇവിടെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അധികം നിങ്ങളുടെ പൗഡർ ഒരു ഈ പഫിൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കളയുക. കയ്യിലിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം തുടങ്ങുക. ആൻഡ് ഓൺലി ദെൻ ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ കൂടുതലായി മാത്രം ഉപയോഗിക്കുക. ആദ്യം ഒരു കാരണവശാലും പ്രൊഡക്റ്റ് അധികം യൂസ് ചെയ്യരുത്. കാരണം മുഖം ഭയങ്കര കേക്കി ആയിരിക്കും. ഒരുമാതിരി ശരിക്കും നമ്മൾ പുട്ടിയിട്ടു എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു സ്കിൻ ലൈക്ക് നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ എൻ്റെ അണ്ടർ ഐസ് ഇത്തിരി പ്രശ്നമായതുകൊണ്ട് ഞാൻ ഇതിനെ ജസ്റ്റ് 2-3 സെക്കൻഡ്സ് ഒന്ന് ലീവ് ചെയ്യും. ഒരു ബേക്കിംഗ് പ്രൊസീജിയർ പോലെ ചെയ്യാറുണ്ട്. സോ ദാറ്റ് അത് കുറച്ച് സമയം എടുത്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കംപ്ലീറ്റ്ലി കളയാം. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കും. ഓക്കെ, സോ ഞാൻ എന്തായാലും അത് എടുക്കാൻ പോവുകയാണ്. സോ വെരി ലൈറ്റ്ലി, ഭയങ്കര ലൈറ്റ് ഹാൻഡായിട്ട് അപ്ലൈ ചെയ്യുക. സോ ഈവൻ പൗഡർ ചെയ്തിട്ടും നന്നായിട്ട് ബഫ് ചെയ്യുക, നന്നായിട്ട് തന്നെ ബഫ് ചെയ്യുക. കാരണം നമ്മൾ എത്രത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എത്രത്തോളം ഈ സ്പഞ്ച് വെച്ച് എത്രത്തോളം നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പ്രസ് ചെയ്യുന്നു അത്രത്തോളം ആയിരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് കിട്ടുക. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് ശരിക്കും ഇവിടെ ഒരു പാട് അവിടെ ഒരു പാട് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എൻ്റെ മുഖം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഫാർ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ സ്കിന്നിന് വേണ്ടി ഇത്രയും ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, ഇത്രയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു കൺസീലർ ആൻഡ് ഒരു കോമ്പാക്റ്റ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഈ 2 പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഓൾറെഡി ആദ്യം ഒന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ ഇത് മതി. നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഐ തിങ്ക് ഇറ്റ് ലുക്സ് ഡീസൻ്റ് എല്ലാം. ഓക്കെ, അടുത്ത പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഐ പ്രോഡക്ട്സ് ആണ്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളെ കാണിച്ചിരുന്നു എൻ്റെ കാജൽ എന്ന് പറയുന്നത് ഐക്കോണിക്കിൻ്റെ, ലാക്മേയുടെ ഐക്കോണിക്കിൻ്റെ ബ്ലാക്ക് ആണ് എൻ്റെ കാജൽ. അപ്പം നിങ്ങൾക്ക് കാജൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ എഴുതാം, താഴെ മുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ ബോത്ത് സൈഡ്സ് ഞാൻ എഴുതുന്നുണ്ട്, താഴെയും മുകളിലായിട്ട് എഴുതുന്നുണ്ട്. കാരണം ഞാൻ കണ്ണിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ബോത്ത് സൈഡ്സ്. അതായിരുന്നു കാജൽ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് മസ്കാര യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി വളരെ ഈസി ആയിട്ടൊരു മൂവിൻ്റെ തന്നെ മസ്കാര ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. എനിക്ക് എല്ലാ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റ്സ് വരെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പ്രോഡക്റ്റൊക്കെ. സോ മസ്കാര യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വോണ്ട് വെച്ച് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പം ചിലപ്പോൾ ഈ വോണ്ടിൽ ഇത് കണ്ടു, ഇതാണ് ഇതിൻ്റെ വോണ്ട്. ഈ വോണ്ടിൽ ചിലപ്പം ഈ പ്രോഡക്റ്റ് ചിലപ്പം കട്ടി കൂടി ചില സമയത്ത് ഉണ്ടാവും. അപ്പം അങ്ങനെ കട്ടി കൂടി ഇരിക്കുമ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇത് ലാഷസിലേക്ക് എടുക്കരുത്. കാരണം നിങ്ങൾ ലാഷിലും അത് അങ്ങനെ തന്നെ കട്ടി പിടിച്ചിരിപ്പുണ്ടാവും. സോ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ കട്ടിയുള്ളൊരു ഭാഗമാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. അല്ല, എന്തിനാണ് നമ്മൾ മസ്കാര യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഒന്ന് വൈഡായിട്ടും ലാഷസ് കുറച്ചുകൂടി ഒന്ന് ലെങ്ത്ത് കൂട്ടാനും ലാഷസ് കുറച്ചുകൂടി ഒന്ന് ഓപ്പൺ ആവാനും കണ്ണ് ഭയങ്കര ഭംഗിയായിരിക്കും. നമ്മുടെ ഐ മേക്കപ്പ് ഒരിക്കലും മസ്കാര ഇല്ലാണ്ട് ശരിക്കും കംപ്ലീറ്റ് ആവില്ല. ആക്ച്വലി നമ്മൾ ലാഷസ് കേൾ ചെയ്യണം. പക്ഷേ ഞാനിപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഞാനൊരു കേളിങ് പ്രോസസ് ഇപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ട. തൽക്കാലം ഞാൻ നമുക്ക് മസ്കാരയിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൻ യു ഗെറ്റ് യൂസ് ടു മസ്കാര പിന്നെ നമുക്ക് കേളിങ് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മസ്കാര യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ വിത്ത് ദ മസ്കാര തിങ്. സോ
സോ ഇപ്പം എൻ്റെ വോണ്ടിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, കട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല. സോ ജസ്റ്റ് അപ്ലൈയിങ് ഇറ്റ്. ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാഷിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഈ ഒരു ലാഷും ഈ ഒരു ലാഷിൻ്റെ വ്യത്യാസം കണ്ടോ? ഇത് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി ഒരു ഇൻസ്റ്റൻറ്റ് ലിഫ്റ്റാണ് ഇതിന്. ആൻഡ് ഭയങ്കര ജെൻറ്റിലായിട്ട് തന്നെ നിങ്ങളുടെ ലാഷ് വെച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി എടുത്ത് ലാഷിലേക്ക് ചെയ്യരുത്, കാരണം ഭയങ്കര ജെൻറ്റിലായിട്ട് ചെയ്യുക. ആൻഡ് താഴത്തെ ലാഷസ് മറക്കരുത്, താഴത്തെ ലാഷസും അതുപോലെ തന്നെ മസ്കാര അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു കണ്ണ് വിടർന്ന ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഈവൻ നിങ്ങൾ കണ്ണിൽ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മാത്രം, ഈവൻ കാജൽ പോലും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ മസ്കാര മാത്രം അപ്ലൈ ചെയ്താൽ മതി. യുവർ ഐസ് ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. അപ്പം മുകളിലും താഴെയും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. സെയിം നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് അത്യാവശ്യം പ്രോഡക്റ്റ് ഉണ്ടാകുന്നതാണ് ഞാൻ വേറെ ടിപ്പ് ചെയ്യാത്തത്. സോ ഞാൻ പറഞ്ഞോളൂ, നിങ്ങളത് നോക്കുക, നിങ്ങളുടെ കട്ടി ആവുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വോണ്ട് ലാഷസ് മറക്കരുത്. എന്തെങ്കിലും തരത്തിൽ ഇതാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണിൽ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഒരു കോട്ടണോ അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് കളയും. നിങ്ങൾക്ക് ജസ്റ്റ് കൂടെ ചെറുതായിട്ടും ഇതായിട്ടുണ്ട്. റബ്ബിങ് ഇറ്റ് ഓഫ്. You see it instantly brightens up your lashes. It instantly makes your lashes really big and your eyes look really beautiful. And the final product is a lip product. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ ഈ ഒരു ബോഹോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇറ്റ്സ് ലൈക്ക് എ വെരി മ്യൂട്ടഡ് പിങ്ക് ആണ് ബോഹോ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ആക്ച്വലി നൈക്കയുടെ ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കുറേ കുഞ്ഞി സാമ്പിൾസ് ഓഫ് ലിപ്സ്റ്റിക്സ് ഉണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്ക് ആദ്യം ഈ ഷെയ്ഡ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ വലിയ ബോട്ടിൽസ് വാങ്ങിയാൽ മതി. ഐ തിങ്ക് പ്രൊഡക്റ്റ് കുറവാണ്, പക്ഷേ ഐ തിങ്ക് ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇഫ് യു വോണ്ട് ടു ചെക്ക് ആ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിയാൽ പോരെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 100 സംതിങ് 200 ആ ഒരു റേഞ്ചിലാണ്. വലിയ ബോട്ടിൽ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 400 ആ ഒരു റേഞ്ചിലേക്കാണ് വരുന്നത്. മിക്കവാറും ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് നമ്മൾ $400 ഇഷ്ടമില്ലാത്തൊരു ഷെയ്ഡ് വാങ്ങിയിട്ട് എന്താ കാര്യം. സോ ചെറിയ ബോട്ടിൽസ് ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയതിലേക്ക് പോകാം. സോ ഞാനിത് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് നോക്കാൻ വേണ്ടിയാണ് ചെറിയ ബോട്ടിൽ വാങ്ങിയത്. ഐ ലവ് ദിസ് ഷെയ്ഡ്, ഇറ്റ്സ് റിയലി ലവ്ലി. നിങ്ങൾ ജസ്റ്റ് ഷെയ്ഡ് ഒന്ന് കാട്ടിത്തരാം. ഭയങ്കര രസമുള്ള പിങ്കാണ്. ആൻഡ് യു കൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് ലുക്സ് വെരി വെരി പ്രിറ്റി. സോ ഞാൻ ഈ ലിപ്സ്റ്റിക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാട്ടിത്തരാം. ഓൾറൈറ്റ്, ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ ആക്ച്വലി എൻ്റെ കണ്ട മുകളിൽ കുറച്ച് ലൈറ്റാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായിട്ടൊന്ന് കുറച്ചുകൂടെ എഴുതിയത് മാത്രമേ പിന്നെ ലിപ്സിൽ നമ്മുടെ ബോഹോ ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് പിങ്ക് റിയലി മ്യൂട്ടഡ് പിങ്ക് ആൻഡ് വെരി പ്രിറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു മിനിമൽ മേക്കപ്പ് വേണം, മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണം, ബട്ട് കുറച്ചൊരു മിനിമൽ മേക്കപ്പ് മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ലുക്ക് മതി എന്നുണ്ടെങ്കിൽ ഷുഡ് ആക്ച്വലി ഡു ദിസ്. ആൻഡ് മേക്കപ്പിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത് ദെർ ആർ നോ റൂൾസ് അറ്റ് ഓൾ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കളേഴ്സായിട്ടും പ്രൊഡക്ട്സായിട്ടും പ്ലേ ചെയ്യാം. ആൻഡ് ഇന്ന റൂളുണ്ട്, ഇന്ന പോലെ ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ മുഖത്തിന് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആവുന്ന കംഫർട്ടബിൾ ആവണം എങ്ങനെയാണ്, അതാണ് മേക്കപ്പിൻ്റെ റൂൾ എന്ന് പറയുന്നത്. സോ എനിക്ക് ചിലപ്പം പറ്റുന്ന രീതി ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്തിട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പം നിങ്ങൾക്കതായിരിക്കില്ല, നിങ്ങൾക്ക് വേറൊരു ടെക്നിക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നന്നായിട്ട് മുഖം ഇരിക്കുക, കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ് ലുക്സ് പ്രിറ്റി ഡീസൻറ്റ് ഇനഫ്. ആൻഡ് ബേസിക് ലുക്ക് മതി എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സീരീസിൽ ആക്ച്വലി എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു 2 to 3 പ്രൊഡക്ട്സ് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഒരു ബേസിക് ലുക്കിൽ ഞാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ലുക്കിൽ മുന്നോട്ട് പോകാം. അതല്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ചുകൂടെ റെഡിയാണ്. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മേക്കപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനും ലേൺ ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് സ്റ്റേ ട്യൂൺ ടു മൈ നെക്സ്റ്റ് വീഡിയോ, ബിക്കോസ് ഞാൻ കുറേ കൂടെ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ബൈ ദ ടൈം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇതിനോട് ഓക്കെ ആയിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഗ്രാജുവലി നമുക്ക് നെക്സ്റ്റ് സെറ്റിലേക്ക് പോകാം. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആൻഡ് നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് like and share the video to all your friends who want to do makeup, who are beginners. So that's it for today. So keep smiling, keep spreading happiness. I'll see you in my next video.